നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് നമ്മളുടെ ഹയർ സെൽഫ് ആൻഡ് ലോവർ സെൽഫ്, റൈറ്റ്? നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള ഹയർ സെൽഫും നമ്മുടെ ഉള്ളിലെ ലോവർ സെൽഫിനെ കുറിച്ചുമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ലോവർ സെൽഫിനെ കുറിച്ചാണ്. ലോവർ സെൽഫ് എന്താണ്? നമ്മുടെ ഉള്ളിലെ ആ ചാത്തനെ കുറിച്ച്, ആ പിശാചിനെ കുറിച്ച്, നമ്മുടെ ഉള്ളിൽ നമ്മൾ പോലും അറിയാതെ നമുക്ക് ഇൻസ്ട്രക്ഷൻസ് തന്നുകൊണ്ടിരിക്കുന്ന, ദൈവത്തിന്റെ വാക്കുകൾ നമ്മൾ കേൾക്കാതിരിക്കാൻ വേണ്ടി നമ്മളുടെ ഉള്ളിൽ ഇരുന്ന് നമ്മളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന, നമ്മളെ തെറ്റായ വഴിയിലേക്ക് പറഞ്ഞു വിടുന്ന ആ പിശാചിനെ കുറിച്ച് പഠിക്കാം. റെഡിയല്ലേ? ഇൻഡെപ്ത് പഠിക്കാം. യെസ്. അപ്പോ എങ്ങനെയാണ് ഈ ലോവർ സെൽഫ്, ഈ ചാത്തൻ, ഈ പിശാച് നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്? എങ്ങനെയാണ് അവൻ നമുക്ക് ഇൻസ്ട്രക്ഷൻസ് തരുന്നത്? എന്തൊക്കെ രീതിയിൽ കൂടിയാണ് ചാത്തൻ നമ്മളെ അവന്റെ വരുതിയിൽ നിർത്തുന്നത്? പഠിക്കണ്ടേ? റെഡി? യെസ്. വീണ്ടും പറയുന്നു, ഇതൊക്കെ അറിവുകളാണ്. ഓൾ ദീസ് ആർ നോളജ്. ഈ നോളജിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും? ഈ അറിവുകളെല്ലാം നേടിക്കഴിയുമ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടേണ്ടത് വിസ്ഡമാണ്. എന്താണ് വിസ്ഡം? ജ്ഞാനം. ഇത് അറിവ്, അത് ജ്ഞാനം. എന്ത് ചെയ്യണമെന്ന് പഠിക്കുന്നത് നോളജ്, എന്ത് ചെയ്യരുത് എന്ന് പഠിക്കുന്നത് വിസ്ഡം. സോ ഈ കിട്ടുന്ന അറിവുകൾ നമ്മൾ എന്തിനുപയോഗിക്കണം? എന്ത് ചെയ്യാൻ പാടില്ല എന്ന ജ്ഞാനമാക്കി മാറ്റി ഇത് വേണം ജീവിതത്തിൽ നടപ്പാക്കാൻ. ഓക്കെ, ഈ കിട്ടുന്ന അറിവുകൾ നേടി സമ്പാദിച്ച്, ഓക്കെ, ഇതാണ് ലോവർ സെൽഫ്, ഇതാണ് ഹയർ സെൽഫ്, ഇങ്ങനെയാണ് മനുഷ്യൻ പ്രവർത്തിക്കുന്നത്, ഇതൊക്കെ മനസ്സിലാക്കി വെച്ചതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഇതാണ് സംഭവിക്കുന്നത് അറിഞ്ഞുകൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ മനസ്സിലായ കാര്യം, ആ ജ്ഞാനം ജീവിതത്തിൽ നടപ്പാക്കുമ്പോഴാണ് നമ്മൾ വിജയിക്കുന്നത്, നമ്മൾ എക്സ്ട്രാ ഓർഡിനറി ആവുന്നത്. അറിവെല്ലാവർക്കും ഉണ്ട്, ജ്ഞാനം വളരെ കുറച്ച് പേർക്കേ ഉള്ളൂ. സോ അറിവിൽ നിന്ന് ജ്ഞാനത്തിലേക്കുള്ള ഒരു യാത്രയായിരിക്കണം ഇന്ന്. നമ്മുടെ ഉള്ളിൽ നമ്മുടെ ലോവർ സെൽഫ്, ഈ ചെകുത്താൻ എങ്ങനെയാണ് നമ്മളെ നിയന്ത്രിക്കുന്നത്? നമ്മളെ നിയന്ത്രിക്കാൻ അവന്റെ കയ്യിലുള്ളത് 4 ശബ്ദങ്ങളാണ്, 4 വോയിസുകളാണ്. 4 ശബ്ദത്തിൽ കൂടിയാണ് പ്രധാനമായിട്ടും ചാത്തന്റെ പിടിയിൽ നമ്മൾ അകപ്പെടുന്നത്. ഏതൊക്കെയാണ് ആ 4 ശബ്ദങ്ങൾ? ഈ 4 ശബ്ദം നമ്മുടെ എല്ലാവരുടെ ഉള്ളിൽ ചില സമയത്തെങ്കിലും നമ്മൾ കേട്ടിട്ടുണ്ട്, ഇപ്പോഴും കേൾക്കുന്നുണ്ട്. എന്തൊരു പ്രവൃത്തിയിലേക്ക് ഇറങ്ങാൻ പോകുന്ന സമയത്തും നമ്മളുടെ ഉള്ളിൽ ഈ 4 ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ട്. ഈ ഓരോ ശബ്ദവും നമുക്ക് ഇട്ടുതരും. ആദ്യത്തെ ശബ്ദം ഇട്ടുതരും, അതിൽ നമ്മൾ പിടികൊടുക്കുന്നില്ലെന്ന് കണ്ടു കഴിഞ്ഞാൽ അവൻ അടുത്ത രീതിയിൽ നമ്മുടെ അടുത്ത് വരും. അതിലും പിടികൊടുക്കുന്നില്ലെങ്കിൽ 3ാമത്തതിൽ വരും. അതിലും പിടികൊടുക്കുന്നില്ലെങ്കിൽ 4ാമത്തത് വരും. ഇതിലൊന്നും പിടികൊടുക്കുന്നില്ലെങ്കിൽ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന 5ാമത്തെ മറ്റൊരു രൂപത്തിൽ വരും. ഈ പറഞ്ഞ 5നെയും ഓവർകം ചെയ്യുന്നവനാണ് ജീവിതത്തിൽ അപാരമായിട്ടുള്ള ശക്തിയുള്ളവൻ, ഭയങ്കരമായിട്ടുള്ള സക്സസ് നേടിയിരിക്കുന്നവർ. Are you with me? സോ ഏതൊക്കെയാണ് ആ 4 വോയിസുകൾ? എന്താണ് ആ 5ാമത്തെ കാര്യം? ഈ 5 കടമ്പകൾ കടന്നു വേണം ചാത്തന്റെ പിടിയിൽ നിന്ന് പുറത്തേക്ക് കടക്കാൻ. 4 വോയിസ് ആണ്, ശബ്ദത്തിന്റെ രൂപത്തിലാണ്. 1 മനുഷ്യന്റെ രൂപത്തിലാണ് നമ്മളുടെ അടുത്തേക്ക് വരുന്നത്. ആ 4 ശബ്ദത്തെക്കുറിച്ച് ആദ്യം പഠിക്കാം. ലോവർ സെൽഫിന്റെ 4 വോയിസുകൾ, 4 ശബ്ദങ്ങൾ. ഒന്നാമത്തതാണ് ഭീരുവിന്റെ ശബ്ദമാണ്. കൊവാഡ്, ഭീരു, ഭീരു, കൊവാഡ്, ഭീരു. ഒരു കാര്യം ചെയ്യാൻ തോന്നുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു ഭീരുവിനെ പോലെ നമ്മൾ ഒളിച്ചോടാനായിട്ട് നമ്മളെ പ്രേരിപ്പിക്കുന്ന, അത് ചെയ്യണ്ട, അത് ചെയ്ത പ്രശ്നമാകും, അതിൽ ഒരുപാട് റിസ്ക് ഉണ്ട് എന്ന് നമ്മളുടെ ഉള്ളിൽ ഇരുന്നു കൊണ്ട് ചാത്തൻ നമ്മളോട് പറയും. നമ്മളെ ഒരു ഭീരുവാക്കി മാറ്റും. ആ ഭീരു എന്ന രൂപത്തിൽ ചാത്തൻ നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കുമ്പോൾ ഒരുപാട് മനുഷ്യർ അവൻ ചെയ്യാൻ പോകുന്ന പ്രവൃത്തി
നിർത്തിവെക്കും. അതിലേക്ക് അവൻ ഇറങ്ങില്ല, കാരണം പേടിയാണ്. ആ ഭീരു അവന്റെ ഉള്ളിൽ ഉണ്ടായത് ഈ ചാത്തനിൽ നിന്നാണ്. ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് പഠിക്കാം. രണ്ടാമത്തെ ശബ്ദം അവന്റെ ഉള്ളിൽ വരുന്നതെന്ന് പറഞ്ഞത് ഒരു അവിശ്വാസിയെ പോലെ, ഒരു സന്ദേഹം. എപ്പോഴും അവനൊരു അവിശ്വാസമാണ്. അവിശ്വാസം എന്ന് പറയുമ്പോൾ ദൈവത്തിനെതിരായിട്ടുള്ള വിശ്വാസം അതല്ല അവിശ്വാസം. ഇവിടെ സന്ദേഹമാണ്, ഒരു സംശയമാണ് എപ്പോഴും. അത് ചെയ്താൽ എന്താവും, ഇങ്ങനെ ആയാൽ എന്താകും, ഇങ്ങനെയുള്ള സംശയത്തിന്റെ രൂപത്തിൽ ഒരു 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 സ്കെപ്റ്റിക്കായിട്ട് നമ്മുടെ ജീവിതത്തിൽ അവൻ പ്രവർത്തിക്കും. അപ്പൊ ആദ്യം വരുന്നത് ഒരു ഭീരുവിനെ പോലെ. ഈ ഭീരു നമ്മളുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്നില്ല, നമ്മൾ അവന് പിടികൊടുക്കുന്നില്ലെന്ന് കണ്ടു കഴിഞ്ഞാൽ അവൻ വരുന്നത് ഒരു സന്ദേഹവാഹിയുടെ രൂപത്തിലായിരിക്കും, ഒരു അവിശ്വാസിയുടെ രൂപത്തിലായിരിക്കും. മൂന്നാമത്, ഇതിന് രണ്ടിനും പിടികൊടുക്കുന്നില്ലെങ്കിൽ അവൻ വരുന്നത് ഒരു റിബലായിട്ടായിരിക്കും വരുന്നത്. വിമതൻ, റിബൽ, വിമതൻ. ഇവൻ എല്ലാത്തിനെയും എതിർക്കുന്ന, ഒപ്പോസ് ചെയ്യുന്ന ഒരാളായിട്ട് മാറും. ഇനി നാലാമത്തെ ഒരു ശബ്ദമുണ്ട്. അതായത് നമ്മുടെ ഉള്ളിൽ ചാത്തൻ ഭീരുവായിട്ട് വരും, അതിന് നമ്മൾ പിടികൊടുക്കുന്നില്ല. ഒരു അവിശ്വാസിയായിട്ട് വരും, ഒരു സംശയാലുവായിട്ട് വരും, അതിനും നമ്മൾ പിടികൊടുക്കുന്നില്ല. ഒരു റിബലായിട്ട് വരുന്നു, അതിനും പിടികൊടുക്കുന്നില്ലെങ്കിൽ നാലാമത്തെ ഒരു ശബ്ദത്തിൽ വരും. അതാണ് സ്പൈ അല്ലെങ്കിൽ ചാരൻ. ചാരൻ. അപ്പൊ എന്തൊക്കെയാണ്? ഒന്ന് വരുന്നത് ഭീരു അല്ലെങ്കിൽ കൊവാഡ്. രണ്ട്, അവിശ്വാസി അല്ലെങ്കിൽ സന്ദേഹവാദി അല്ലെങ്കിൽ സ്കെപ്റ്റിക്. മൂന്ന്, വിമതൻ അല്ലെങ്കിൽ റിബൽ. നാല്, ചാരൻ അല്ലെങ്കിൽ സ്പൈ. ഈ നാല് ശബ്ദമായിട്ടാണ് നമ്മളുടെ ഉള്ളിൽ ലോവർ സെൽഫ് പ്രവർത്തിക്കുന്നത്, ചാത്തൻ പ്രവർത്തിക്കുന്നത്. ഈ നാല് ശബ്ദങ്ങളെ ഓവർകം ചെയ്യാൻ നമുക്ക് സാധിച്ചാൽ നമുക്ക് ചാത്തന്റെ പിടിയിൽ നിന്ന് പുറത്തേക്ക് കടക്കാൻ പറ്റും. These are the 4 dangerous voices. And this is how lower self operates in you. നമ്മുടെ ഉള്ളിൽ ലോവർ സെൽഫ് കളിക്കുന്നത് ഈ 4 ഡേഞ്ചറസ് വോയിസുകൾ വെച്ചിട്ടാണ്. എൻ്റെ ചോദ്യം, ഡോക്ടർ മുഹമ്മദ് അലി ഉൾപ്പെടെയുള്ളവരോട് എൻ്റെ ചോദ്യം, നമുക്കെല്ലാവർക്കും ഈ ശബ്ദങ്ങൾ നിത്യേന കേൾക്കാറുണ്ട്, ശരിയാണോ? ഭീരുവിന്റെ ശബ്ദം നമ്മുടെ ഉള്ളിൽ കേൾക്കാറുണ്ട്, അവിശ്വാസിയുടെ, സന്ദേഹമുള്ള, സംശയാലുവിന്റെ ശബ്ദം നമ്മൾ കേൾക്കാറുണ്ട്, റിബലിന്റെ ശബ്ദം നമ്മൾ കേൾക്കാറുണ്ട്, ചാരന്റെ ശബ്ദവും ഒരുപാട് കേൾക്കാറുണ്ട്. കറക്റ്റ്? ഡു യു അഗ്രി? യെസ്. അപ്പോ ചാത്തൻ നമ്മുടെ ഉള്ളിൽ പല രീതിയിൽ ഇങ്ങനെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒന്നാമത്തതാണ് ഭീരുവിന്റെ രൂപത്തിൽ. നമ്മൾ ഒരു കാര്യം ചെയ്യാനായിട്ട് തീരുമാനിക്കാം. നമ്മളുടെ ഹയർ സെൽഫിൽ നിന്നിട്ട് നമ്മൾ തീരുമാനിക്കുകയാണ്, ഓക്കെ, ഇന്ന കാര്യം ഞാൻ ചെയ്യാൻ പോവുകയാണ്. 2025 ജനുവരി 1, ഈ വർഷം ഞാൻ ഇന്ന കാര്യങ്ങൾ ചെയ്യും, ഈ മാസം ഞാൻ ഇന്ന കാര്യങ്ങൾ ചെയ്യും, ഈ ആഴ്ച ഞാൻ ഇന്ന കാര്യങ്ങൾ ചെയ്യും എന്ന അപാരമായിട്ടുള്ള ഒരു തീരുമാനം, ഒരു എനർജി, ഒരു മോട്ടിവേഷൻ നമ്മളിലേക്ക് വരും. എന്തുകൊണ്ട് കുറച്ച് കഴിയുമ്പോൾ ഈ മോട്ടിവേഷൻ ഇല്ലാതാവുന്നു? എന്തുകൊണ്ട് ആ തീരുമാനത്തിൽ നമ്മൾ വെള്ളം ചേർക്കുന്നു? എന്തുകൊണ്ട് നമ്മൾ തിരിഞ്ഞോടുന്നു? എന്തുകൊണ്ടാണ് പല മനുഷ്യരെടുക്കുന്ന തീരുമാനങ്ങളും നടപ്പാകാതെ പോകുന്നത്? എന്തുകൊണ്ട് പലരും സെറ്റ് ചെയ്യുന്ന വിഷനിലേക്ക് അവരെത്തിച്ചേരുന്നില്ല? എന്തുകൊണ്ട് എൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ പ്രവൃത്തി എന്ന് തിരിച്ചറിഞ്ഞിട്ടും എന്തുകൊണ്ട് മനുഷ്യൻ പിന്നത്തേക്ക് മാറ്റിവെക്കുന്നു? ഇതിനെല്ലാം ഉത്തരമാണ് ചാത്തൻ. ഈ 4 ശബ്ദത്തിൽ കൂടിയാണ് ചാത്തൻ നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്നത്. ഒന്നാമത്തെ ശബ്ദമാണ്, വോയിസ് ആണ് കൊവാഡ് അല്ലെങ്കിൽ ഭീരു. ഭീരുവിന്റെ ശബ്ദത്തിലേക്ക് വരുമ്പോ പ്രിൻസേ, എന്താ ഇവൻ ഇരുന്ന് പറയുന്നതെന്ന് പറയും. പല രീതിയിൽ ഇവൻ നമ്മളെ കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കും അത് ചെയ്യാതിരിക്കാൻ. കാരണം നമ്മൾ പഠിച്ചു എന്താണ് ലോവർ സെൽഫിന് വേണ്ടത്? ടു കീപ് us ഇൻ കംഫർട്ട് സോൺ. അവൻ എപ്പോഴും ഒരു കംഫർട്ട് സോണിൽ നിൽക്കുക, പ്ലേ സേഫ് ആയിട്ടുള്ള കളികൾ കളിക്കുക എന്നുള്ളതാണ് അവൻ ഇഷ്ടം.
കറക്റ്റ്. ഈ രണ്ട് ഒബ്ജക്റ്റീവാണ് ലോവർ സെൽഫിനുള്ളത്. അതുകൊണ്ട് തന്നെ അവൻ എപ്പോഴും സുഖിച്ചിങ്ങനെ ജീവിക്കണം. സുഖിച്ച് ജീവിക്കണമെന്നുണ്ടെങ്കിൽ ആക്ഷൻ ഒന്നും എടുക്കാൻ പാടില്ല, പുതിയതൊന്നും ചെയ്യാൻ പാടില്ല. കാരണം ചേഞ്ച് ഈക്വൽസ് ഡേഞ്ചർ. ഇതാണ് ലോവർ സെൽഫ്. അതുകൊണ്ട് തന്നെ ആദ്യം ഇവൻ നമ്മളുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന ഒരു സത്പ്രവർത്തി ചെയ്യാൻ, ദൈവത്തിന്റെ വാക്കുകൾ കേട്ടുകൊണ്ട് ഒരു ആക്ഷൻ എടുക്കാനായിട്ട് നമ്മൾ ഇറങ്ങിത്തിരിക്കുന്ന സമയത്ത് ആദ്യം ഇവൻ വരുന്നത് ഭീരുവിന്റെ രൂപത്തിലായിരിക്കും. ഭീരുവിന്റെ രൂപത്തിൽ വന്നിട്ട് നമ്മളുടെ ഉള്ളിൽ ഇരുന്നുകൊണ്ട് പറയാ, ഇതിനു മുന്നേ നീ ഇത് ചെയ്തിട്ടില്ല, നിനക്കറിയത്തില്ല ഇതെങ്ങനെയാണെന്ന്, ഇത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ്. അപ്പം നമ്മൾ ആലോചിക്കും, ശരിയാണല്ലോ, ഇതിനു മുന്നേ ഞാൻ ഇത് ചെയ്തിട്ടില്ല, ഇത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ്, ഞാൻ ഇത് ചെയ്ത ശരിയാവത്തില്ല, ആൻഡ് ഐ എം നോട്ട് സ്പെഷ്യൽ, എനിക്ക് അവരുടെ അത്രയൊന്നും കഴിവൊന്നുമില്ല, ആൻഡ് ഐ എം നോട്ട് റെഡി, ഐ എം നോട്ട് ഗുഡ് ഇനഫ്, ഞാൻ അത്രയ്ക്കൊന്നും പോരാ, എനിക്ക് അത്ര വലിയ വിദ്യാഭ്യാസമൊന്നുമില്ല, എനിക്ക് അത്ര വലിയ കഴിവൊന്നുമില്ല, അതുകൊണ്ട് ഇത് ചെയ്താൽ ശരിയാവത്തില്ല, എനിക്കത്ര പ്രായമായില്ലല്ലോ, ഓ എനിക്ക് ഒരുപാട് പ്രായമായി പോയല്ലോ, ഞാനൊരു പെണ്ണല്ലേ, ഞാനൊരു വീട്ടമ്മയല്ലേ, എൻ്റെ കുട്ടികൾ അവരുള്ളപ്പോ എങ്ങനെയാ ഇത് നടക്കുന്നേ, എനിക്ക് ഭയങ്കര ക്ഷീണം തോന്നുന്നേ, ചെയ്തിട്ട് അത് പരാജയപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ആളുകളുടെ മുഖത്ത് എങ്ങനെ നോക്കും, എങ്ങാനും നടന്നില്ലെങ്കിലോ, എങ്ങാനും തോറ്റുപോയാലോ, ഇതൊന്നും നമ്മളെ കൊണ്ട് പറ്റത്തില്ല, നമ്മളെ കൊണ്ട് ഒന്നും താങ്ങാൻ പറ്റത്തില്ലെന്നേ, ഇത് പഠിക്കാനുള്ള കഴിവൊന്നും എനിക്കില്ലെന്നേ, അത്രയ്ക്കൊന്നും അങ്ങനെ അല്ല. ഞാൻ ഞാൻ അത്ര മിടുക്കനൊന്നുമല്ല, ഞാൻ അത്ര മിടുക്കിയൊന്നുമല്ല, എന്നെ കൊണ്ടൊന്നും പറ്റത്തില്ല. ഇങ്ങനെ ഒരു തവണയെങ്കിൽ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഉള്ളിലെ ചാത്തൻ ഭീരുവിന്റെ ശബ്ദത്തിൽ നിങ്ങളുടെ ഉള്ളിൽ ഇരുന്ന് പറഞ്ഞത് നിങ്ങളുടെ നാവിലേക്ക് നിങ്ങൾ റിഫ്ലക്റ്റ് ചെയ്യുകയാണ് ചെയ്തത്. ഞാൻ ഇതിനു മുന്നേ ചെയ്തിട്ടില്ലെന്നും, ഇത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണെന്നും, ഇത് ചെയ്താൽ ശരിയാകുമോ, മറ്റുള്ളവർ എന്ത് പറയും, അത് തോറ്റുപോയാൽ എങ്ങനെ മറ്റുള്ളവരുടെ മുഖത്ത് ഞാൻ നോക്കും, ഞാൻ സ്പെഷ്യൽ ഒന്നും അല്ലല്ലോ, ഞാൻ 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 അത്ര മിടുക്കിയൊന്നും അല്ലല്ലോ, ഇതൊന്നും എന്നെ കൊണ്ട് അഫോർഡ് ചെയ്യാൻ പറ്റുന്നതല്ലല്ലോ, ഇനി വാട്ട് ഇഫ് ഐ ഫെയിൽ, ഇതൊന്നും പഠിക്കാനുള്ള വിദ്യാഭ്യാസം ഒന്നും നമുക്കില്ലെന്നേ, ഞാനൊരു സ്ത്രീയല്ലേ, ഞാനൊരു വീട്ടമ്മയല്ലേ, ഞാനൊരു ഒരു ഒരു ഡിവോഴ്സായി നിൽക്കുന്ന ആളല്ലേ, എന്നെ കൊണ്ട് പറ്റത്തില്ല. ആരെങ്കിലും ഇങ്ങനെയുള്ള എക്സ്ക്യൂസുകൾ നിങ്ങളുടെ അടുത്ത് പറയുന്നത് കേൾക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കിക്കോണം, ആ പറയുന്ന വ്യക്തിയുടെ ഉള്ളിൽ ചാത്തൻ ഭീരുവിന്റെ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ്. ആ ഭീരു കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻ പ്രകാരമാണ് ഈ വ്യക്തി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. ഇവിടുത്തെ മോട്ടിവേഷൻ ട്രെയിനർമാർ മനസ്സിലാക്കേണ്ടത് എല്ലാവർക്കും വേണ്ടത് മോട്ടിവേഷൻ അല്ല, ഈ ചാത്തനെ ഓവർകം ചെയ്യാൻ നമ്മൾ അവരെ പഠിപ്പിക്കണം. മനസ്സിലായോ? അല്ലാതെ നമ്മൾ ഈ മോട്ടിവേറ്റ് ചെയ്ത് ചോര തിളപ്പിച്ചിട്ട് ഇറങ്ങിപ്പോകുമ്പോൾ അത് നമ്മളുടെ എനർജിയാണ് അവിടെ പ്രവർത്തിക്കുന്നത്, നമ്മുടെ ഉള്ളിലെ ഹയർ സെൽഫാണ് ഈ തിളച്ചോണ്ടിരിക്കുന്നത്. ആ സമയത്ത് അവരുടെ ഹയർ സെൽഫിനെ ഒന്ന് മുകളിലേക്ക് എത്തിക്കാൻ പറ്റുമ്പോൾ അവർക്കും ഇൻസ്പയർഡ് ആയതായിട്ട് തോന്നും, മോട്ടിവേറ്റഡ് ആയതായിട്ട് തോന്നും. പക്ഷെ നമ്മൾ അങ്ങോട്ട് ഇറങ്ങി പോയി കഴിയുമ്പോൾ ഇവരുടെ ഉള്ളിൽ ഇരുന്നോണ്ട് ചാത്തൻ പറയും, അവൻ കാശ് മേടിക്കാൻ വേണ്ടി പറഞ്ഞിട്ട് പോയതാ, അവന് കാശ് കിട്ടി, നിനക്കെന്തോ കിട്ടി. ഇത് കേൾക്കുമ്പോ, ഇത് ആലോചിക്കുമ്പോ ഇവര് നമ്മൾ പഠിപ്പിച്ച പല കാര്യവും നടപ്പാക്കത്തില്ല. അതുകൊണ്ട് എനിക്ക് ഈ മോട്ടിവേഷണൽ ട്രെയിനർമാരോട് പറയാനുള്ളത്, നിങ്ങൾ കുറച്ചുകൂടെ പഠിക്കണം, പഠിപ്പിക്കുന്നതിന് മുന്നേ എന്താണ് യഥാർത്ഥത്തിൽ ഒരു മനുഷ്യന്റെ പ്രശ്നമെന്ന് നിങ്ങൾ മനസ്സിലാക്കണം, എവിടെ നിന്നാണ് ഇവരുടെ ഉള്ളിൽ ഈ നെഗറ്റിവിറ്റി വരുന്നതെന്ന് മനസ്സിലാക്കണം. എന്നിട്ട് ഈ ഭീരുവിനെതിരെ സംസാരിക്കാൻ, ഭീരുവിനെതിരെ ചിന്തിക്കാൻ നിങ്ങൾ അവരെ പ്രേരിപ്പിക്കണം. ഈ മൈൻഡ് ട്രെയിനേഴ്സിനോടും പറയാനുള്ള അതാണ്, നിങ്ങൾ കുറച്ചും കൂടെ ഇതിനെക്കുറിച്ച് പഠിക്കുക. യെസ്, ഒന്ന് ഭീരുവിന്റെ രൂപത്തിൽ വരും. ആരൊക്കെ കേട്ടിട്ടുണ്ട് ഈ ഭീരുവിന്റെ ശബ്ദം നിങ്ങളുടെ ഉള്ളിൽ? എന്നും കേൾക്കാറുണ്ട് അല്ലേ? നമ്മളെല്ലാവരും എന്നും കേൾക്കാറുണ്ട് ഇത്. രണ്ടാമത്തെ രൂപത്തിൽ നമുക്ക് അവനെ പിടിക്കാം. നമുക്ക് അടുത്തത് റിബല് നോക്കാം, വിമതന്റെ രൂപത്തിൽ. വിമതന്റെ രൂപത്തിലേക്ക് വരുന്ന സമയത്ത്
ഇവനങ്ങ് ഒപ്പോസ് ചെയ്യാണ്, ഇവനങ്ങ് എതിർക്കുകയാണ്. വിമതൻ അങ്ങ് എതിർക്കുകയാണ്, റിബലാണ്. ഐ നോ ഇറ്റ് ഓൾ. അതൊക്കെ നമുക്കറിയാം കേട്ടോ. ഇതൊക്കെ ഞാൻ കുറെ കണ്ടിട്ടുള്ളതാണ്. ഇത് നമുക്കറിയാം. ഇത് നമുക്കറിയാവുന്നതാണ്. എന്ത് ചെയ്യണമെന്നൊന്നും എനിക്കാരും പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ല. ഐ നോ വാട്ട് ടു ഡു. ഓക്കെ, ഇത് അത്ര വലിയ സംഭവമൊന്നും അല്ല ഇത് കേട്ടോ. ഇതൊക്കെ നമ്മൾ കുറെ കണ്ടിട്ടുള്ള. ഇത് ഞാൻ നേരത്തെ കേട്ടിട്ടുള്ളതാണ്. പിന്നെ ഉപദേശിക്കാൻ വന്നേക്കുന്നു. ആദ്യം അന്നെങ്കിൽ താൻ അങ്ങ് ഉണ്ടാക്ക്, എന്നിട്ട് എന്നെ ഉപദേശിക്കാൻ വാ. പിന്നെ ചിലര് ഈ വിമതനെ മറ്റൊരു രീതിയിൽ പറയും, അതെ എന്റെ സിറ്റുവേഷൻ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല, എന്റെ സാഹചര്യം പറഞ്ഞാലേ നിങ്ങൾക്ക് മൈ ബിസിനസ് ഈസ് ഡിഫറെന്റ്. നിങ്ങളുടെ കാര്യത്തിൽ അത് ഓക്കെ ആയിരിക്കും, പക്ഷെ എന്റെ ബിസിനസ് ഉണ്ടല്ലോ അത് ഡിഫറെന്റ് ആണ്, അതിൻ്റെ അകത്ത് ഇങ്ങനെ നടക്കത്തില്ല. എന്റെ ലൈഫ് അത് നിങ്ങൾക്കറിയത്തില്ലല്ലോ. എനിക്ക് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല, എനിക്ക് കോച്ചിങ്ങിന്റെ ആവശ്യമൊന്നുമില്ല, എനിക്കറിയത്തില്ല. എന്റെ അറിവിൽ നിന്ന് വേണം, എന്റെ അനുഭവത്തിൽ നിന്ന് വേണം ഞാൻ ചെയ്യാൻ. നിനക്ക് തോന്നുന്നോ നീ എന്നേക്കാൾ ബെറ്റർ ആണെന്ന്? ഇതെല്ലാം അവരുടെ ഉള്ളിലെ റിബലാണ്. എടോ 10-15 വർഷം എക്സ്പീരിയൻസ് ഉള്ള എൻ്റെ അടുത്താണോ താൻ ഉപദേശിക്കാൻ വരുന്നത്? ഐ ഡോണ്ട് നീഡ് എ കോച്ച്. എനിക്ക് മെന്ററിന്റെയും കോച്ചിന്റെയും ഒന്നും ആവശ്യമില്ല. ഐ നോ വാട്ട് ടു ഡു. റിബൽ. നമ്മളുടെ മാതാപിതാക്കളോ ഗുരുക്കന്മാരോ നമ്മളുടെ നന്മ ആഗ്രഹിക്കുന്ന അറിവുള്ളവരോ എന്തെങ്കിലും ഒരു കാര്യം ഉപദേശിക്കുന്ന സമയത്ത് അവരെവിടെ നിന്നാ ഉപദേശിക്കുന്നത്? അവരുടെ ഹയർ സെൽഫ് അല്ലെങ്കിൽ ഹയർ അവയർനെസ് ലെവലിൽ അവരുടെ എക്സ്പീരിയൻസിൽ നിന്നാണ് അവർ നമ്മളെ ഉപദേശിക്കുന്നത്. അത് കേൾക്കുന്ന സമയത്ത് നമ്മളുടെ ഉള്ളിൽ നമ്മുടെ ലോവർ സെൽഫ് ചാത്തൻ എന്ത് ചെയ്യും? റിബലിന്റെ രൂപത്തിൽ പുറത്തേക്ക് ഒരു വിമത ശബ്ദം ഉണ്ടാക്കും. അപ്പോഴാണ് നമ്മൾ അതിനെ ഒപ്പോസ് ചെയ്യുന്നത്. ആർ യു വിത്ത് മീ? അപ്പോഴാണ് നമുക്ക് തോന്നുന്നത്, എന്താ ഈ പറയുന്നത്? നിങ്ങൾക്ക് മനസ്സിലാവില്ല എന്റെ സിറ്റുവേഷൻ. ഐ ഹാവ് ഡൺ ഇറ്റ് ഇൻ ദ പാസ്റ്റ്. എടോ 10-20 കൊല്ലമായോടോ ഈ പണി തുടങ്ങിയിട്ട്. എന്നെയാണോ നീ ഉപദേശിക്കാൻ വരുന്നത്? കേട്ടിട്ടില്ലേ? പലരും നിങ്ങളോട് പറയുന്ന കേട്ടിട്ടില്ലേ? നിങ്ങളുടെ ഉള്ളിൽ തോന്നിയിട്ടില്ലേ ചിലതൊക്കെ കേൾക്കുമ്പോ? ആരിസിക്കുക, എത്ര നാളായി തുടങ്ങി എൻ്റെ അടുത്ത ഡയലോഗ് അടിക്കുന്നത്? തോന്നിയിട്ടില്ലേ? കേട്ടിട്ടില്ലേ ആ ശബ്ദം? അതാണ് നമ്മുടെ ഉള്ളിൽ ചാത്തൻ പ്രവർത്തിക്കുന്ന രണ്ടാമത്തെ ശബ്ദം, വിമതൻ. മൂന്നാമത്തതാണ്, ഇതിൽ രണ്ടിലും നമ്മൾ പിടികൊടുക്കുന്നില്ലെങ്കിൽ ആദ്യം അവൻ ഭീരുവായിട്ട് നമ്മളെ പേടിപ്പിക്കാൻ നോക്കും, രണ്ടാമത് അവൻ വിമതനായിട്ട് വരും, മൂന്നാമത് വരുന്നതാണ് സ്കെപ്റ്റിക്, ഒരു സന്ദേഹം, ഒരു അവിശ്വാസി. ആ കാര്യത്തിൽ എനിക്ക് എന്നെ വിശ്വാസമില്ല, ഒരു സെൽഫ് എസ്റ്റീം ഫീൽ ചെയ്യുന്നില്ല, ഒരു സെൽഫ് കോൺഫിഡൻസ് വരുന്നില്ല, ആത്മവിശ്വാസക്കുറവ്. ഈ ആത്മവിശ്വാസക്കുറവ് എവിടുന്നാ വരുന്നത്? ചാത്തനിൽ നിന്ന് വരുന്നതാണ്. ഒരു കാര്യം ചെയ്യ്, പ്രിൻസ് അത് ആദ്യം മേടിക്ക്, ഒന്ന് ഉപയോഗിച്ച് നോക്ക്. അത് ഓക്കെ ആണെങ്കിൽ ഞാൻ മേടിക്കാം. ഓക്കെ, ലെറ്റ് സീ ഹൗ ഇറ്റ് വർക്ക് ഫോർ അതേഴ്സ്. മറ്റുള്ളവർക്ക് അതെങ്ങനെ വർക്ക് ചെയ്യുമെന്ന് നോക്കട്ടെ, എന്നിട്ട് നമുക്ക് നോക്കാം. ഇത് ഒത്തിരി സമയം എടുക്കുമെന്നേ, ഒത്തിരി സമയം എടുക്കും. ഇനി അത് പ്രിൻസിന് വർക്ക് ചെയ്തെന്നിരിക്കട്ടെ, അപ്പൊ എന്ത് പറയും? ഈ അവിശ്വാസി എന്ത്, അത് അവർക്ക് ഓക്കെയാണ്, പക്ഷെ എനിക്കത് നടക്കത്തില്ല. ഇറ്റ് വിൽ നോട്ട് വർക്ക് ഫോർ മീ. ഇവനാണ് നമ്മുടെ ഉള്ളിൽ ഇരുന്നുകൊണ്ട് ചോദിക്കുന്നത്, അതിന് ഗ്യാരണ്ടി വല്ലതും ഉണ്ടോ? കിങ്സ് ക്ലബിൽ ജോയിൻ ചെയ്ത ഗ്യാരണ്ടി വല്ലതും ഉണ്ടോ രക്ഷപ്പെടുമെന്ന്, പ്രോഫിറ്റ് ഡബിൾ ആവുമെന്ന്, എൻ്റെ കയ്യിലെ ക്യാഷ് ഫ്ലോ 10 ടൈംസ് ആവുമെന്ന് ഗ്യാരണ്ടി വല്ലതും ഉണ്ടോ? അങ്ങനെ ഒരാളുടെ ഉള്ളിൽ ചിന്ത വരുന്നുണ്ടെങ്കിൽ അത് വരുന്നത് നമ്മുടെ ഉള്ളിലെ ചാത്തന്റെ ശബ്ദമാണ്. അയ്യോ, ഞാനത് പൈസ കൊടുത്തിട്ട് അത് നടന്നില്ലെങ്കിലോ? വാട്ട് ഇഫ് ഇറ്റ് ഡസന്റ് വർക്ക്? അയ്യോ, ഇതിന് ഭയങ്കര വിലയാ. ഇത് യൂട്യൂബിൽ ഫ്രീ കിട്ടുമെന്നേ. ഇത് അവിടെ ഫ്രീ കിട്ടുന്ന സാധനമാ, പിന്നെന്തിന് ഇത്രയും വില കൊടുക്കുന്നത്? 5 കൊല്ലം കഴിഞ്ഞ് കിങ്സ് ക്ലബ്ബ്. തുടക്കവേ കയറിയായിരുന്നെങ്കിൽ ഓക്കെ ആയിരുന്നു. ഇപ്പൊ 5 കൊല്ലം കഴിഞ്ഞില്ലേ, ഇപ്പൊ കയറിയ ഒന്നും കിട്ടത്തില്ല, കഴിഞ്ഞുപോയി. ഇവനാണ് പറയുന്നത്,
എന്ത് കാര്യം കേട്ടാലും രക്ഷപ്പെടാനുള്ള ഒരു അവസരം വരുമ്പോ ഇവന്റെ വായിൽ ആദ്യം വരുന്നത് ഇറ്റ് മസ്റ്റ് ബി എ സ്കാം. അതെന്തോ എന്തോ തട്ടിപ്പ് പരിപാടിയായിട്ട് ഇറങ്ങിയേക്കുക. കേട്ടിട്ടില്ലേ? ഏ നമ്മുടെ ഉള്ളിലും ചിലപ്പോ തോന്നും അതെന്തോ തട്ടിപ്പാ. എനിക്ക് അത്രയൊന്നും വിദ്യാഭ്യാസം ഇല്ലെന്നേ, അവിശ്വാസിയാ. എന്റെ കയ്യിൽ അത്രയും പൈസയൊക്കെ എവിടുന്ന, ഐ ഹാവ് നോ മണി. എന്നാ പിന്നെ ഈ പൈസ ഉണ്ടായിരുന്നു ഞാനതങ്ങ് സേവ് ചെയ്യത്തില്ലായിരുന്നു. ഇതെല്ലാം നമ്മുടെ ഉള്ളിലെ സംശയാലുവാണ്. സംശയം. എന്നെ കൊണ്ട് അതിന് പറ്റുമോ, നിന്നെ കൊണ്ട് അതിന് പറ്റില്ല എന്ന സംശയം ഈ ചാത്തൻ ഉള്ളിലിരുന്ന് ഇങ്ങനെ ഇട്ടോണ്ടിരിക്കും. അത് നമ്മൾ കേൾക്കുന്നത് ഒരു സ്കെപ്റ്റിക്കിന്റെ, ഒരു അവിശ്വാസിയുടെ, ഒരു സന്ദേഹവാഹിയുടെ ശബ്ദമായിട്ടായിരിക്കും നമ്മൾ കേൾക്കുന്നത്. നിന്നെ കൊണ്ടത് പറ്റില്ല എന്ന്. അപ്പം ചാത്തൻ ആദ്യം ശ്രമിക്കുന്നത് ഭീരുവിനെ പോലെ നമ്മളെ പേടിപ്പിക്കാൻ നോക്കും. രണ്ടാമത് നോക്കുന്നത് ഒരു റിബലാക്കാൻ, അതിനെ ഒപ്പോസ് ചെയ്യാനായിട്ട് നോക്കും. മൂന്നാമത് നോക്കുന്നത് നമ്മളെ അതിൻ്റെ അകത്തുനിന്ന് സ്കെപ്റ്റിക് ആക്കാൻ, ഒരു ഒരു പല പല രീതിയിൽ ഇവൻ നമ്മളുടെ അടുത്ത് പറയും അത് ശരിയല്ല എന്ന്. നിന്നെ കൊണ്ട് അതിന് പറ്റില്ല, അത് അവരൊന്ന് ചെയ്തു നോക്കട്ടെ, ഇതിനെന്തോ ഗ്യാരണ്ടി ഉള്ളത്, ഇതിന് വല്ല ഉറപ്പുണ്ടോ, ഒരു കാര്യമില്ലെന്ന്, ഇതെല്ലാം പറ്റീരാണെന്ന്. ഇതൊക്കെ നമ്മുടെ ഉള്ളിൽ ഇരുന്ന് പറയുന്നത് ഈ ചാത്തനാണ്. ഈ ചാത്തൻ പലതും നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കാത്തത് ഈ ശബ്ദത്തിന്റെ രൂപത്തിൽ വന്നിട്ട്. അങ്ങനെ ഭീരുവായിട്ട് വരും, റിബലായിട്ട് വരും, സ്കെപ്റ്റിക് ആയിട്ട് വരും. ഇതൊന്നും ചില ആളുകളിൽ നടക്കത്തില്ല. ചിലര് ഭയങ്കരമായിട്ട് ഭയങ്കരമായിട്ട് ഇതിനെ ഓവർകം ചെയ്യാനുള്ള ശക്തിയുള്ളവരാണ്. അവരിൽ ചാത്തൻ മറ്റൊരു രൂപം അണിഞ്ഞു വരും. അതാണ് സ്പൈ അല്ലെങ്കിൽ ചാരൻ. ദിസ് ഈസ് ദ മോസ്റ്റ് ഡേഞ്ചറസ് ഫോം ഓഫ് ലോവർ സെൽഫ്. ചാരനായിട്ട് വരും. ചാരൻ എന്താണെന്ന് അറിയോ ഷീല ചേച്ചി, അജിത ചേച്ചി? എന്താണ് ഈ ചാരൻ എന്നറിയോ? ചാരന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇവൻ നമ്മുടെ ആളായിട്ട് നമ്മുടെ മുന്നിൽ വരും. ദൈവത്തിന്റെ ആളാണ്, നമ്മുടെ സ്വന്തം ആളാണ് എന്ന രൂപത്തിൽ ചാത്തൻ നമ്മളുടെ അടുത്ത് വരും. ഇത് ഭ്രമയുഗം കണ്ടവർക്കറിയാം. അവസാനം, ഏറ്റവും അവസാനം ഈ പല രീതിയിൽ ആദ്യം പേടിപ്പിക്കാൻ നോക്കുന്നുണ്ട്. മമ്മുക്ക എന്ന ആ പിശാച് പേടിപ്പിക്കാൻ നോക്കുന്നുണ്ട്. അതിനുശേഷം റിബലായി മാറുന്നുണ്ട്. അതിനുശേഷം ആ ഒരു അവിശ്വാസം കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. ഏറ്റവും അവസാനം പ്രിൻസെ ഓർക്കുന്നുണ്ടോ? ഏറ്റവും അവസാനം എന്താ മമ്മുക്ക പറയുന്നേ? നിന്റെ അച്ഛനാ മോനെ പറയുന്നേ. ഏതാ? നിന്റെ അച്ഛനാ പറയുന്നത് ആ വിളക്ക് തവിക്കരുത്. എന്താ ചെയ്തേ? എൻ്റെ അച്ഛന്റെ രൂപത്തിൽ വരുന്നതായിട്ട് നമ്മുടെ എന്താ ശോകന, ആ പയ്യന്റെ പേര് മറന്നുപോയി. ഓക്കെ, ഓർ നമ്മുടെ ഭ്രമയുഗത്തിന്റെ അകത്തെ. ഓക്കെ, അപ്പോ യെസ്, അർജുൻ അശോക്. അർജുൻ അശോകന്റെ അടുത്ത് പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്, മരിച്ചുപോയ നിന്റെ അച്ഛനാ പറയുന്നേ എന്ന്. ചാരൻ, സ്പൈ, ദ മോസ്റ്റ് ഡേഞ്ചറസ് ഹിഡൻ എനിമി. ഇൻവിസിബിൾ ആണ്, പക്ഷെ ദ മോസ്റ്റ് ഡേഞ്ചറസ് എനിമിയാണ്. ഈ 4 രൂപങ്ങളിൽ ഏറ്റവും ഭീകരമായിട്ടുള്ള ശബ്ദമാണ് സ്പൈ. കാരണം ഈ ചാരൻ, ഈ സ്പൈ നമ്മളുടെ അടുത്ത് വരുന്നത് 100% ലോജിക്കൽ ആയിട്ടുള്ള റീസണുമായിട്ടായിരിക്കും. 100% ലോജിക്കൽ. നമുക്ക് ഒരു രീതിയിലും ഒരു സംശയവും തോന്നത്തില്ല, ഒരു രീതിയിലും പേടിയും തോന്നത്തില്ല, ഒരു രീതിയിലും റിബലും തോന്നത്തില്ല. നമ്മൾ ചെയ്യാൻ പോകുകയാണ് എന്ന് നമുക്ക് തോന്നിപ്പിക്കും. പക്ഷേ ഇവൻ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് അവസാന അടവാണ് എന്താ ചെയ്യുന്നതെന്നറിയോ? അടുത്ത തിങ്കളാഴ്ച തൊട്ട് ഞാൻ ചെയ്തേക്കാം. അപ്പൊ നമ്മുടെ മനസ്സിൽ എന്താ, ഇനി 3 ദിവസമല്ലേ ഉള്ളൂ, തിങ്കളാഴ്ച തൊട്ട് തുടങ്ങാം. സ്പൈ, ചാരൻ. നമുക്കെന്താ തോന്നുന്നേ? ഇവൻ നമ്മുടെ നന്മയ്ക്ക് വേണ്ടി പറയാം, ഈ ആഴ്ച ഈ 2-3 കാര്യങ്ങളൂടെ തീർക്കാനുണ്ട്, എന്നിട്ട് വേണം ജിമ്മിൽ പോവാൻ. ഈ ഈ ഈ ഒരാഴ്ചത്തെ ക്ലാസ് കൂടെ കഴിഞ്ഞിട്ട് വേണം അടുത്ത തിങ്കളാഴ്ച തൊട്ട് കിങ്സ് ക്ലബിന്റെ എല്ലാ ക്ലാസ്സും കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്യാൻ. ഈ ഒരു 2 ദിവസം കൂടെ കഴിഞ്ഞിട്ട് വേണം എല്ലാ ദിവസവും ഒന്ന് ലൈഫ് ഒന്ന് ഡിസിപ്ലിൻഡ് ആക്കാൻ. അവൻ എന്തു പറയും? വെയിറ്റ്, നമുക്ക് ചെയ്യാം. ചാത്തൻ പറയുന്നേ നമുക്ക് ചെയ്യാം, പക്ഷെ ധൃതി എന്തിനാ? പതുക്കെ മതി.
ഈ പതുക്കെ മതി എന്ന് പറയുന്നത് എന്തിനാ? ഒരു ഗ്യാപ്പ് കിട്ടാൻ വേണ്ടിയാ. ഈ ഗ്യാപ്പിൽ അവന്റെ കളി നടക്കും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ചാത്തനെ പൂട്ടാനുള്ള ഏറ്റവും നല്ല മാർഗം ഡു ഇറ്റ് നൗ. ഒരു കാര്യം ചെയ്യണം എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ ഡു ഇറ്റ് നൗ. അപ്പൊ ചെയ്തോണം. 5 സെക്കൻഡ് കഴിഞ്ഞാൽ ചാത്തന്റെ കളി തുടങ്ങും. ഒരു കാര്യം ചെയ്യാൻ തലയിലേക്ക് വന്നിട്ട് 5 സെക്കൻഡിനുള്ളിൽ അതിന്റെ ആക്ഷൻ എടുത്തില്ലെങ്കിൽ, എനിക്ക് വെളുപ്പിനെ എഴുന്നേറ്റപ്പോ ഓടാൻ തോന്നുകയാണ്, എനിക്ക് ഓടാൻ പോണം. അതിനെന്താണ്? എഴുന്നേറ്റാൽ, കണ്ണു തുറന്നാൽ, അലാം കേട്ടാൽ അപ്പ ചാടി എഴുതാം. 5 സെക്കൻഡും കൂടെ ബെഡേ കിടന്നോ, പിന്നെ എഴുന്നേക്കത്തില്ല. നമ്മുടെ കോൺഷ്യസ് മൈൻഡിലേക്ക് എത്തിയതിന് ശേഷം, ഓക്കെ, നേരം വെളുത്തു, അലാം അടിച്ചു, ഞാൻ എഴുന്നേറ്റു, ഞാൻ എന്തിനായിരുന്നു അലാം വെച്ചത്? രാവിലെ ഓടാൻ പോണം. ഓക്കെ, റെഡി. ഈ ചിന്ത വന്ന് 5 സെക്കൻഡിനുള്ളിൽ ആദ്യത്തെ ആക്ഷൻ എടുത്തില്ലെങ്കിൽ, പുതപ്പെടുത്ത് മാറ്റിയില്ലെങ്കിൽ, കാലെടുത്ത് താഴേക്ക് വെച്ചില്ലെങ്കിൽ, അത് സ്കിപ്പ് ചെയ്യാനുള്ള സാധ്യത 90%. കാരണം പിന്നെ സമയം കിട്ടിക്കഴിഞ്ഞവൻ പറയും, ഒരു 15 മിനിറ്റ് കൂടെ കിടക്കുന്നേ, ഇന്നലെ ഒത്തിരി ലേറ്റ് ആയിട്ടല്ലേ വന്നേ, ഇന്ന് ഇച്ചിരി നേരം കിടക്ക്. അവൻ അത് പറയുമ്പോ നമുക്ക് ശരിയാ, ഇന്നലെ എത്രയും ലേറ്റ് ആയിട്ടല്ലേ വന്നേ, ഒരു 15 മിനിറ്റ് കൂടെ കിടന്നേക്കാം. പിന്നെ നമ്മൾ എഴുന്നേക്കുന്ന 9 മണിക്കായിരിക്കും. ആ 15 മിനിറ്റ് എന്ന് പറയുന്നത് ലോജിക്കലാണ്. എന്താ പ്രിൻസ് ചിരിക്കുന്നത്? ശരിയല്ലേ? ആ 15 മിനിറ്റ് എന്ന് പറയുന്നത് നമ്മളും വിചാരിക്കും ശരിയാ. ഇവനാണ് പ്രിൻസിന്റെ അടുത്ത് പറയുന്നത്, കഴിഞ്ഞ 6 ദിവസമായിട്ട് ഓടിക്കൊണ്ടിരിക്കുക, ഒരു കാര്യം ചെയ്യും, അപ്പൊ നമുക്ക് 2 എണ്ണം അടിക്കാം. നമുക്ക് രാവിലെ തൊട്ട് എത്ര മീറ്റിംഗ് ആയിരുന്നു, ബാ നമുക്ക് ഒരെണ്ണം കഴിക്കാം. വൈകുന്നേരം ആകുമ്പോ പറയുന്ന, കുറെ നേരമായിട്ടിരുന്ന് പണിയെടുക്കല്ലോ, വാ വാ വാ, ഒന്ന് പോച്ചിട്ട് വരാം, വാ 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 വാ. നമുക്കും തോന്നും ശരിയാ, ഇത്രയും നേരം കൊണ്ട് ഞാൻ പണിയെടുക്കുമല്ലേ. ഇന്നലെ മുജീബിക്ക പറയുന്ന കേട്ട് 50 മിനിറ്റ് പണിയെടുത്തിട്ട് 10 മിനിറ്റ് റെസ്റ്റ് എടുക്കണം. ആര് പറഞ്ഞു? ഇവൻ പണിയെടുക്കാതിരിക്കാൻ നിങ്ങളെ ഒരു രീതിയിലും പൂട്ടാൻ പറ്റുന്നില്ല. അതിന് അവൻ പറഞ്ഞതാണ് 50 മിനിറ്റ് കഴിഞ്ഞിട്ട് 10 മിനിറ്റ്. ഈ 10 മിനിറ്റ് 15 ആക്കാനും അത് 20 ആക്കാനും അത് 1 മണിക്കൂർ ആക്കാനും അവന് നന്നായിട്ട് അറിയാം. അതും ഇവന്റെ എക്സ്ക്യൂസാ. മനസ്സിലാവുന്നോ? ഇവൻ ചാരനായിട്ട് നമ്മളുടെ അടുത്ത് വരുന്നതാ. അവൻ നമ്മളോട് പറയും, ഷിവേ, യു ഡിസേർവ് എ ബ്രേക്ക്. ഇന്നലെ കായംകുളത്തല്ലായിരുന്നോ മേക്കപ്പ്? അത് കഴിഞ്ഞിട്ട് നീ ചാലക്കുടിയിൽ എത്തിയല്ലോ. ഇന്ന് നീ, പിള്ളേരുണ്ടല്ലോ, അവര് തുറക്കട്ടെ, നീ ഒന്ന് റെസ്റ്റ് എടുക്ക. നമുക്ക് റെസ്റ്റ് വേണ്ട, പക്ഷെ ഇവള് നമ്മുടെ ഉള്ളിൽ ഇരുന്നുകൊണ്ട് പറയും നീ റെസ്റ്റ് എടുക്ക് എന്ന്. അപ്പൊ പറയാണ്, അല്ല 35 വയസ്സല്ലേ ആയുള്ളൂ, 10-40 വയസ്സാവട്ടെ, എന്നിട്ട് നമുക്ക് സേവിങ്സിനെ കുറിച്ചൊക്കെ ആലോചിക്കാം. ശരിയാണല്ലോ, 35 വയസ്സല്ലേ ആയുള്ളൂ, 40 വയസ്സാവട്ടെ, അന്ന് 40 വേണം സേവിങ്സ് തുടങ്ങാൻ. ഓൾ ദീസ് സൗണ്ട് ലോജിക്കൽ, റൈറ്റ്? ഇതാണ് ചാത്തന്റെ ചാരൻ പണി. എടാ, കുറച്ച് കഴിഞ്ഞാലും ഇത് ചെയ്യാമല്ലോ. കുറച്ച് കഴിഞ്ഞാലും ഇത് ചെയ്യാമല്ലോ. ശരിയാണല്ലോ, കുറച്ച് കഴിഞ്ഞാലും ചെയ്യാമല്ലോ. ആ ഇൻവെസ്റ്റ്മെന്റ്, അത് ഇപ്പൊ തന്നെ ആ വസ്തു മേടിക്കണമെന്നെന്തോ അവിടെ കിടപ്പുണ്ടല്ലോ, ഇതല്ലെങ്കിൽ വേറെ കിട്ടുമല്ലോ. ഇപ്പൊ തന്നെ അത് ചെയ്യണമെന്നെന്തോ അവിടെ കിടക്കട്ടെ. അത് ആ കാര്യം ഇപ്പൊ തന്നെ ചെയ്യണമെന്നെന്താ? എടാ മോനെ, നീ ഒത്തിരി ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടാ, നീ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്ത്, നീ ഒന്ന് റെസ്റ്റ് ഇടാ. എടാ, നീ ഈ പ്രായത്തിനിടയ്ക്ക് 10 പിള്ളേരെ കെട്ടിച്ചു വിട്ടില്ലയോടാ, നീ ഇനി ഒന്ന് റെസ്റ്റ് എടുക്കണം കേട്ടോ. നീ എവിടെങ്കിലും ഒന്ന് പോയി ഒരു 4-5 ദിവസം, കുറെ ദിവസം കൊണ്ട് എന്റെ ഉള്ളിൽ ഇരുന്നില്ല, അവൻ പറയുന്നുണ്ട് കുറച്ച് ദിവസം പോയി റെസ്റ്റ് എടുക്കാൻ. എന്റെ പൊന്നടാവേ, ഞാൻ പറയാം ഇതിനെ എങ്ങനെ ഓവർകം ചെയ്യണ്ടേന്ന്. ഇവനാണ് പറയുന്നത്, എടാ നിന്റെ മറ്റേ കുറച്ച് പ്രശ്നങ്ങളുണ്ടല്ലോ, ആ പേഴ്സണൽ പ്രോബ്ലംസ്, അതൊന്ന് ഫിക്സ് ചെയ്തിട്ട് നമുക്ക് ഈ പരിപാടി തുടങ്ങാം. ശരിയാ ശരിയാ ശരിയാ, അത് ഫിക്സ് ചെയ്തിട്ട് വേണം നമുക്ക് ഇത് തുടങ്ങാൻ. മറ്റേ ആ മറ്റേ പ്രശ്നം ഉണ്ടല്ലോ, അതൊന്ന് തീർത്തിട്ട് ഞാൻ അങ്ങോട്ട് ഇറങ്ങാൻ പോവും. എന്നിട്ട് എടാ, ഉള്ളതിൽ സന്തോഷം കണ്ടെത്താൻ പറ്റണം. ലോജിക്കൽ, ശരിയാണല്ലോ. എനിക്ക് എന്തെല്ലാം ഉണ്ട്, ഞാൻ ഇതിൽ സന്തോഷം കണ്ടെത്താതെ ഞാൻ എന്തിനാ ഈ കഷ്ടപ്പെടുന്നത്? എനിക്കെല്ലാം ഉണ്ടല്ലോ. എൻ്റെ അച്ഛൻ ഉണ്ടാക്കിയിട്ടിരിക്കുന്ന വകകളൊക്കെ ഉണ്ട്, സ്വത്തുവകകളൊക്കെ ഉണ്ട്. പിന്നെ ഞാൻ എന്തിനാ മെനക്കെടുന്നത്?
ഇവൻ നമ്മുടെ അടുത്ത് ചോദിക്കും, നിനക്ക് ഇത്രയൊക്കെ ഇല്ലേ, നീ പിന്നെന്തിനാ ഈ പണിയെടുക്കുന്നത്? ഏ നീ ഇനി എന്തിനാടാ ബുദ്ധിമുട്ടുന്നത്? 100% ലോജിക്കൽ. എടവേ, ഇനി ഇതൊന്നും നടക്കാത്തവരുടെ അടുത്ത് ഇവൻ പറയുന്ന ഡയലോഗാ, പിന്നെ നീ വന്നപ്പോ ഒന്നും കൊണ്ടല്ല വന്നേ, പോകുമ്പോഴും നീ ഒന്നും കൊണ്ടുപോകുന്നില്ല, പിന്നെ എന്തിനാടാ വേ കഷ്ടപ്പെടുന്നേ? ചാത്തന്റെ ഡയലോഗ് 100% ലോജിക്കാ, 100% ലോജിക്കാ. പോകുമ്പോ ഒന്നും കൊണ്ടുപോകുന്നില്ല. നമുക്കത് കേൾക്കുമ്പോ തോന്നും ശരിയാ, പിന്നെ എന്തിനു വേണ്ടിയിട്ടാ മനുഷ്യനൊക്കെ ഈ കിടന്ന് കഷ്ടപ്പെടുന്നത്? ശശിയേട്ടോ, നമുക്ക് തോന്നും ശരിയാണല്ലോടാവേ, പിന്നെ എന്തിനാ ഈ കഷ്ടപ്പെടുന്നേ? ഇവനാണ് പറയുന്നത്, മണി വിൽ നോട്ട് ഗിവ് ഹാപ്പിനെസ്. പണം സന്തോഷം തരില്ലല്ലോ. എടാ, നിന്റെ വേണ്ടപ്പെട്ടവർക്ക് വേണ്ടി, നിന്റെ അമ്മയ്ക്ക് വേണ്ടി, നിന്റെ മക്കൾക്ക് വേണ്ടി നീ ഹോസ്പിറ്റൽ വരാന്തയിൽ പോയി നിൽക്കുമ്പോ അവര് തരുന്ന ഒരു ബില്ലടയ്ക്കാൻ നിന്റെ ഈ കാശില്ലാതെ വരുമ്പോ അന്ന് നീ അറിയും ഈ പണത്തിന്റെ വില എന്താണെന്ന്. ഇതൊക്കെ നിന്നെ കൊണ്ട് പറയിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്യുന്നത് നിന്റെ ഉള്ളിലെ ചാത്തനാണ്. അവനെന്നും നീ ദാരിദ്ര്യം പിടിച്ചു കിടക്കണം. ഭ്രമയുഗത്തിലെ മമ്മൂക്ക താമസിക്കുന്ന ആ വീട്ടിൽ താമസിക്കുന്ന പോലെ മാറാല കയറി കിടക്കണം നിന്റെ വീട്, നിന്റെ ജീവിതം, നിന്റെ സാഹചര്യങ്ങൾ. ഇതാണ് അവന് വേണ്ടത്. അതിനവൻ പല എക്സ്ക്യൂസും നിന്നെ കൊണ്ട് പറയിപ്പിക്കുന്നതാണെന്ന് ഇനിയെങ്കിലും നീ മനസ്സിലാക്ക്. ഈ സോഷ്യൽ മീഡിയയിൽ വന്ന് കമന്റ് ഇട്ടുകൊണ്ടിരിക്കുന്ന ഇവന്മാര് മുഴുവൻ ഈ ചാത്തന്റെ പിടിയിലാണ്. ചാത്തൻ ഇന്ന് സമൂഹത്തിലേക്ക് ഇറങ്ങിയിരിക്കുന്നത് സോഷ്യൽ മീഡിയ കമന്റിൽ കൂടിയാണ്. ചാത്തന്റെ വിളയാട്ടമാണ്. ചാത്തൻ എന്താ ചെയ്യുന്നതെന്നറിയോ? ഒരു കാര്യം വരുന്നു, ഒരു വീഡിയോ വരുന്നു, അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ഇൻസിഡന്റ് വരുന്നു, ഇതിന് താഴെ വന്നിട്ട് ഈ ചാത്തന്മാരുടെ ഡയലോഗ് മുഴുവൻ അങ്ങിടും കമന്റുകളായിട്ട്. ഇത് വായിക്കുന്ന ഏതൊരാൾക്കും 100% ലോജിക്കലായിട്ട് തോന്നും, ശരിയാണല്ലോ, അവർ പറഞ്ഞ് ഈ കമന്റ് കറക്റ്റ് ആണല്ലോ. അങ്ങനെ ആ വിഷയത്തിന് എഗൻസ്റ്റ് ആയി മാറും നമ്മൾ. ഇന്ന് നമ്മൾ തീരുമാനമെടുക്കുന്നത് നമ്മളുടെ യുക്തി വെച്ചിട്ടല്ല, മറ്റുള്ളവർ അഭിപ്രായം വെച്ചിട്ടാണ്. ശരിയാണോ? ശരിയാണോ? എന്താണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുക? കേരളം എന്തുകൊണ്ടാണ് രക്ഷപ്പെടാതിരിക്കുന്നത്? കഴിഞ്ഞ 5 ദിവസമായിട്ടുള്ള ചർച്ച എന്താ? ഹണി റോസിനെ ബോച്ച ഏതാണ്ട് പറഞ്ഞു, ബോച്ചയെ പിടിച്ച് ജയിലിലിട്ടു. ലോകത്താദ്യമായിട്ടാണോ ഒരാൾ ജയിലിൽ പോകുന്നത്? ലോകത്താദ്യമായിട്ടാണോ ഒരു പെൺകുട്ടിയെ കമന്റ് അടിക്കുന്നത്, അതിന് കേസ് കൊടുക്കുന്നത്? എന്തിനാണ് കേരളം ഈ 5 ദിവസമായിട്ട് ഇത് ചർച്ച ചെയ്തുകൊണ്ട്? കേരളത്തിൽ ഇത് ചർച്ചയാക്കി നിർത്തണം എന്നുള്ളത് ചാത്തന്റെ തീരുമാനം. മനസ്സിലാവുന്നുണ്ടോ? അതിന് ചാത്തൻ ഇങ്ങനെ മസാല ഇട്ട് തന്നോണ്ടേയിരിക്കും, ഓരോ സാധനങ്ങൾ ഇട്ട് തന്നോ. ഒരു സമയത്ത് ദിലീപായിരുന്നല്ലോ ചർച്ച, എവിടെ പോയി? എവിടെ പോയി? ഓരോ ആഴ്ചയിലും ചർച്ച മാറിക്കൊണ്ടേയിരിക്കുന്നു. പക്ഷെ നമ്മൾ മനസ്സിലാക്കുന്നില്ല, മാധ്യമങ്ങൾ ഇൻക്ലൂഡിങ് സോഷ്യൽ മീഡിയ ചാത്തന്റെ വിളയിടമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നില്ല. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, പ്ലീസ് ഡോണ്ട് റീഡ് ന്യൂസ് പേപ്പർ, പ്ലീസ് ഡോണ്ട് വാച്ച് മീഡിയ, പ്ലീസ് ഡോണ്ട് യൂസ് സോഷ്യൽ മീഡിയ ഫോർ പ്ലഷർ. പ്ലഷറിന് വേണ്ടി സോഷ്യൽ മീഡിയ ഉപയോഗിക്കരുത്. യൂസ് സോഷ്യൽ മീഡിയ ഫോർ പ്രോഫിറ്റ്. സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് പ്രോഫിറ്റ് ഉണ്ടാക്കുക, അല്ലാതെ പ്ലഷറിന് വേണ്ടിയിട്ട് സോഷ്യൽ മീഡിയയോ വാർത്തകൾക്ക് വേണ്ടിയിട്ട് ചാനലോ പത്രമോ വായിക്കരുത്. ചാത്തന്റെ വിളയിടമാണ് ഇന്നത്തെ മീഡിയ. നമ്മുടെ ഉള്ളിലെ നെഗറ്റിവിറ്റി, നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന ചാത്തനെ പുറത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടി മാത്രമാണ് ഈ മാധ്യമങ്ങൾ സഹായിക്കുന്നത്. അതുകൊണ്ട് ഡോണ്ട് യൂസ് മീഡിയ. എന്താണ് നിങ്ങൾക്ക് അതിൽ നിന്ന് കിട്ടുന്നത്? രാത്രി 10:30 ഏഷ്യാനെറ്റിലും 24-ലും ഒക്കെ ഒരു പരിപാടിയുണ്ട്. എന്താണ്? FIR. എന്നിട്ട് ഒരു ക്രൈമിനെ അതുപോലെ റീക്രിയേറ്റ് ചെയ്യാണ്. ഉറങ്ങാൻ പോകുന്ന മനുഷ്യരാ ഇത് കണ്ടിട്ട് പോയി കിടക്കുന്നേ. അവൻ കാണുന്നത് മുഴുവൻ എന്താ? കൊലപാതകം. ഒരു പടത്തെക്കുറിച്ച് പറയണമെന്ന് എനിക്കുണ്ട്, പക്ഷെ അവിടെയും ഞാൻ റെബലായി പോവും. ഇപ്പൊ ഇറങ്ങിയ മാർക്കോ നല്ല പടമാണ്, കണ്ടുകൊണ്ടിരിക്കാൻ രസമാണ്, സംഭവമൊക്കെ ആയിരിക്കും. ഞാൻ കണ്ടില്ല കേട്ടോ, പേഴ്സണലി ഞാൻ കണ്ടില്ല. കാണാത്തതിന്റെ റീസൺ എന്താ? അതിൻ്റെ അകത്ത് അങ്ങ് എക്സ്ട്രീം ആണെന്നാണ് കണ്ടവർ പറഞ്ഞത്. അതിൻ്റെ അകത്ത്
ഈ ക്രൂരത അതിന്റെ എക്സ്ട്രീമിലാണെന്ന്. എന്റെ ഉള്ളിൽ കിടക്കുന്ന ലോവർ സെൽഫിനെ എന്തിന് ഞാൻ പ്ലീസ് ചെയ്യണം അത് കണ്ടിട്ട്? ഐ കോണ്ട് അണ്ടർസ്റ്റാൻഡ്. ഐ എം നോട്ട് അഗൈൻസ്റ്റ് ദാറ്റ് മൂവി. ഞാൻ പറയുന്നത് മനസ്സിലാക്കുക. അത് ആരാണ് ആഘോഷിക്കുന്നത്? നമ്മുടെ ഉള്ളിലെ ചാത്തൻ. അവനാണ് അത് കാണുമ്പോൾ സന്തോഷം. മനസ്സിലാവുന്നുണ്ടോ? ഇറ്റ് ഈസ് റിയലി ഹാർഡ് ടു അണ്ടർസ്റ്റാൻഡ്. ഇവന്റെ പ്രവർത്തികൾ മനസ്സിലാക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. ഇതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള നിലവിലുള്ള പലതിനെ എതിർത്ത് സംസാരിക്കേണ്ടി വരും. അതുകൊണ്ടാണ് അറിവുള്ള പലരും ഇതിനെക്കുറിച്ച് സംസാരിക്കാതെ ഇതിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ദൈവത്തെക്കുറിച്ച് സംസാരിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ചാത്തനെ കുറിച്ച് അധികം ആരും സംസാരിക്കത്തില്ല. കാരണം ഇത് സംസാരിക്കുന്നവൻ സാമൂഹിക വിരുദ്ധനാവും. കാരണം സമൂഹത്തിൽ നടക്കുന്ന പല ആചാരങ്ങൾക്കും എഗൻസ്റ്റ് ആയിട്ട് സംസാരിക്കേണ്ടി വരും ചാത്തനെ കുറിച്ച് പറയുമ്പോൾ. സമൂഹത്തിലുള്ള പലതിനെയും എതിർക്കേണ്ടി വരും. അതുകൊണ്ടാണ് ഈ സാമൂഹിക പരിഷ്കർത്താക്കൾ അവരെന്ത് ചെയ്തത്? അവര് ദൈവത്തെ കൂട്ടുപിടിച്ചത്. അങ്ങനെയാണ് ഇവിടെ ദൈവം സൃഷ്ടിക്കപ്പെട്ടത്. ചാത്തനെ കുറിച്ച് കൂടുതൽ പഠിക്കുന്നതിനേക്കാൾ നല്ലത് ഇതിന് ഓപ്പോസിറ്റ് ആയിട്ടൊരു ശക്തി ഉണ്ടെന്നും അതിതെല്ലാം കാണുന്നുണ്ടെന്നും ഈ ദുഷ്പ്രവർത്തികൾ ചെയ്താൽ ആ ദൈവം നിന്നോട് പൊറുക്കില്ല എന്നും ഈ ഹയർ സെൽഫിനെ മുന്നിലേക്ക് നിർത്തി കാണിച്ചതാണ്. പക്ഷെ നമ്മൾ ആ ഹയർ സെൽഫിൽ വിശ്വസിക്കണമെങ്കിൽ, ആ ദൈവത്തിൽ പൂർണ്ണമായി വിശ്വസിക്കണമെങ്കിൽ ചാത്തന്റെ പ്രവർത്തികൾ എന്തൊക്കെയെന്ന് പഠിച്ചിരിക്കണം. കറക്റ്റ്? ഇതൊന്നെങ്കിൽ പഠിപ്പിക്കാൻ അവർക്ക് പേടിയായിരിക്കും, അല്ലെങ്കിൽ പഠിപ്പിക്കാൻ ചാത്തൻ സമ്മതിച്ചു കാണില്ല. ചാത്തനാണ് ഈ ചാരന്റെ രൂപത്തിൽ വരുന്നത്. ചാത്തനാണ് ഈ മീഡിയയുടെ രൂപത്തിൽ വരുന്നത്. ചാത്തനാണ് നമ്മളെ ഇല്ലാണ്ടാക്കുന്നത്. ഇവനാണ് പറയുന്നത് യു ഷുഡ് ബി ഹാപ്പി വിത്ത് വാട്ട് യു ഹാവ്. എടാ, നിന്റെ ഇംഗ്ലീഷ് അത്ര പോരാ കേട്ടോ. ശരിയാ, എൻ്റെ ഇംഗ്ലീഷ് അത്ര പോരാ. നിന്റെ ലുക്ക് അത്ര പോരാ കേട്ടോ. ശരിയാ, എൻ്റെ ലുക്ക് അത്ര പോരാ. 100% ലോജിക്കൽ. അതൊന്ന് കറക്റ്റ് ചെയ്തിട്ട്, ആ ഇംഗ്ലീഷ് ഒന്ന് കറക്റ്റ് ചെയ്തിട്ട് വേണം എനിക്കിതൊന്ന് ചെയ്യാൻ. എൻ്റെ ഫോണൊന്ന് മാറിയിട്ട് വേണം എനിക്ക് വീഡിയോസ് എടുത്ത് തുടങ്ങാൻ. ഏതാ ജനുവരി 1-ാം തീയതി തൊട്ട് വേണം വീഡിയോ. എന്താ ജനുവരി 1-ന്റെ പ്രത്യേകത? എന്നിട്ട് എന്ത് ചെയ്തു? ജനുവരി 14 എന്ത് ചെയ്തു? 1-ാം തീയതി കഴിഞ്ഞ കുറെ മാസങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ ജനുവരി 1-ാം തീയതി തൊട്ട് ചെയ്യാമെന്ന്. ഇന്ന് 14 ദിവസം കഴിഞ്ഞു. എന്തേ ചെയ്യാത്തെ? മൂസക്ക, എന്തൊക്കെ കാര്യങ്ങൾ വന്നപ്പോ സെപ്റ്റംബറിൽ പറഞ്ഞു ജനുവരി 1 ആവട്ടെ, ഒക്ടോബറിൽ പറഞ്ഞു ജനുവരി 1 ആവട്ടെ, നവംബറിലും പറഞ്ഞു ജനുവരി 1 ആവട്ടെ, ഡിസംബറിൽ പറഞ്ഞു ജനുവരി 1 ആവട്ടെ, ഇപ്പോഴും പറയുന്നു അടുത്ത ജനുവരി 1 ആവട്ടെ. ആഹാ, അടിപൊളി, അന്തസ്. ചെയ്യത്തില്ലെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ, ചെയ്യാം എന്നല്ലേ പറഞ്ഞേ? രാജേഷ് ഡോക്ടറെ, ചെയ്യത്തില്ലെന്ന് പറഞ്ഞില്ലല്ലോ. ദാറ്റ് ഈസ് സ്പൈ. അപ്പോ ഈ ചാത്തൻ നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ നൃത്തമാടിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ചുറ്റും ഇങ്ങനെ ചാത്തൻ ഇങ്ങനെ 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 അതിനുള്ള എല്ലാം ഈ പുട്ടിന് പീരയിടുന്ന പോലെ ഈ ഫോണിൽ കൂടി നമുക്ക് കിട്ടുകയും ചെയ്യും. ശരിയാണോ? എന്തുകൊണ്ട്? വാട്സപ്പ് ഗ്രൂപ്പിൽ കഴിഞ്ഞ ദിവസം കൂടെ എൻ്റെ കോളേജിലെ ഗ്രൂപ്പിൽ എന്നെ ആഡ് ചെയ്തു. വെരി നെക്സ്റ്റ് മൊമെന്റ് ഞാൻ ലെഫ്റ്റ് അടിച്ചു. വെരി നെക്സ്റ്റ് മൊമെന്റ് എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു റെസിഡൻസ് അസോസിയേഷൻ, ഞാൻ കൊച്ചിയിൽ ഒരു പ്ലോട്ട് മേടിച്ച് അവിടുത്തെ ഒരു അസോസിയേഷന്റെ ഗ്രൂപ്പിൽ എന്നെ ആഡ് ചെയ്തു. വെരി നെക്സ്റ്റ് മൊമെന്റ് ആഡ് ചെയ്തവരോട് മറുപടി കൊടുക്കാൻ പോയില്ല, ഗ്രൂപ്പിന്റെ അകത്ത് മറുപടി കൊടുക്കാൻ പോയില്ല, ഒന്നുമില്ല. ആരും എന്നോടൊന്നും ചോദിച്ചതുമില്ല എന്താ ലെഫ്റ്റ് അടിച്ച്. എൻ്റെ കോളേജ് ഗ്രൂപ്പ്, എൻ്റെ സ്കൂൾ ഗ്രൂപ്പ്, ഇതിൽ നിന്നെല്ലാം ആരെങ്കിലും എന്നെ ആഡ് ചെയ്താൽ ഓൺ ദ സ്പോട്ട് ഞാൻ ലെഫ്റ്റ് അടിക്കും. ചാത്തൻ വരുന്നത് ആ ഗ്രൂപ്പിൽ കൂടിയായിരിക്കും. ഒരു സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ചർച്ച കൊണ്ടിടുക, എന്നാ 20 കൊല്ലം മുന്നേ കഴിഞ്ഞ കാര്യത്തെക്കുറിച്ച് ഒരു ചർച്ച കൊണ്ടിടുക, ഞാൻ അതിന്റെ വാലെ പിടിച്ചു പോവും. എന്തിന് നിന്നു കൊടുക്കണം അതിന്?
എന്തെങ്കിലും ഇമ്പോർട്ടന്റ് കാര്യം ഉണ്ടെങ്കിൽ ആരെങ്കിലും വിളിച്ച് പറയും, എടാ ഇങ്ങനെ ഒരു കാര്യമുണ്ട്, അതിന് ഇന്ന ഒരു കാര്യം ചെയ്തേക്കണം. ഓക്കേടാ നിങ്ങൾ ചെയ്തോ, ഞാൻ കൂടുണ്ട്. എന്തിനും ഞാൻ കൂടുണ്ട്. അതിന് ഗ്രൂപ്പിൽ പോകേണ്ട കാര്യം എന്താ? ഇന്ന് ലെഫ്റ്റ് അടിക്കണം ആവശ്യമില്ലാത്ത ഗ്രൂപ്പിൽ നിന്ന്. ഇന്ന് അത് അമ്പല കമ്മിറ്റി ആയാലും പള്ളി കമ്മിറ്റി ആയാലും ആവശ്യമില്ലാത്ത ഒരു സ്ഥലത്തും നമ്മുടെ സാന്നിധ്യം ഉണ്ടാവരുത്. കാരണം അവിടെ ചാത്തന്റെ സാന്നിധ്യമുണ്ട്. അവൻ നിങ്ങളുടെ ഉള്ളിൽ ഒരു ഭീരുവായിട്ടോ ഒരു വിമതനായിട്ടോ ചില കമ്മിറ്റിക്കകത്ത് കയറിയിരിക്കുമ്പോ പ്രിൻസേ 2 ഡയലോഗ് അടിക്കാൻ തോന്നും. അവിടുത്തെ ഭരണസമിതി ഒന്ന് എതിർക്കാൻ തോന്നും. ആരാ? റിബൽ. എന്തിന്? നമുക്ക് എന്ത് ഗുണം? ഒറ്റ കാര്യം, വാട്ട് ഈസ് ഇൻ ഇറ്റ് ഫോർ മീ? വാട്ട് ഈസ് ഇൻ ഇറ്റ് ഫോർ മീ? ആ ഗ്രൂപ്പിൽ ഞാൻ കിടന്നതുകൊണ്ട് എനിക്ക് എന്ത് കിട്ടും? നിങ്ങൾക്ക് കാശാണോ വേണ്ടേ? ഓക്കെ, ഞാൻ പോയി പണിയെടുത്ത് കാശുണ്ടാക്കി ഞാൻ വെച്ചേക്കാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുള്ളപ്പോൾ ചോദിച്ചാൽ മതി, ഞാൻ സഹായിക്കാം. ദിസ് ഈസ് വാട്ട് വി ക്യാൻ ഡു. അതാരാണ് അങ്ങനെ പണം കൊടുത്തോ അല്ലെങ്കിൽ മറ്റൊരു കാര്യം ചെയ്തോ മറ്റൊരാൾ? ദൈവം, ഹയർ സെൽഫ്. അപ്പൊ ഈ ചാത്തൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും, ഇറ്റ് ഈസ് നോട്ട് ദാറ്റ് ഇമ്പോർട്ടൻറ്റ്. കാരണം എന്താ? ഹി ജസ്റ്റ് വാണ്ട് ടു സർവൈവ്. 2 ഒബ്ജക്റ്റീവേ ഉള്ളൂ ചാത്തൻ. എന്ത്? സർവൈവ് ഇൻ കംഫർട്ട് സോൺ. കംഫർട്ട് സോണിൽ എങ്ങനെങ്കിലുമൊക്കെ ജീവിച്ചു പോവുക. ഇതാണ് അവന്റെ ഒന്നാമത്തെ ആവശ്യം. 2, എപ്പോഴും ഒരു ഫീൽ ഗുഡിൽ ഇങ്ങനെ നിലനിന്ന് പോവുക. ഈ 2 ആവശ്യമേ ആർക്കുള്ളൂ? ചാത്തനുള്ളൂ. അതിന് ഇതിൽ നമ്മളെ നിലനിർത്താൻ, ആ കംഫർട്ട് സോണിൽ നിലനിർത്താൻ വേണ്ടി, ആ ഫീൽ ഗുഡിൽ നമ്മളെ നിലനിർത്താൻ വേണ്ടി ചാത്തൻ 4 ശബ്ദത്തിൽ നമ്മളുടെ അടുത്ത് വരുന്നുണ്ട്. ഇവൻ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പ്ലേ സേഫ്. സേഫ് കളി കളിച്ചാൽ മതി. എന്തിനാ റിസ്ക് എടുക്കുന്നത്? കാരണം ഇവനെ സംബന്ധിച്ച് ചേഞ്ച് ഈക്വൽസ് ഡേഞ്ചർ. ചേഞ്ച് ഈക്വൽസ് ഡേഞ്ചർ. അതുകൊണ്ട് ഒന്നും മാറ്റം വരുത്തുന്നത് ഇവൻ ഇഷ്ടമല്ല. ഈവൻ നമ്മുടെ റൂം ഒന്ന് വൃത്തിയാക്കുന്നത് പോലും ചാത്തന് ഇഷ്ടമല്ല. അതുകൊണ്ടാണ് പലപ്പോഴും നമ്മളുടെ റൂം വൃത്തികേടായി കിടക്കുന്നത്. അവൻ ഇഷ്ടമല്ല, അവൻ സമ്മതിക്കത്തില്ല. വീട് വൃത്തിയായി കിടന്നാൽ അവിടെ ഹയർ സെൽഫ് പ്രവർത്തിക്കും. ഹയർ സെൽഫിന്റെ എനർജി വരും. അവിടേക്ക് അത് വരുത്താൻ ഇവൻ സമ്മതിക്കത്തില്ല. ഞാൻ നിങ്ങളോട് ഒരു കാര്യം ചോദിച്ചോട്ടെ. അതിസമ്പന്നരായിട്ടുള്ള ആളുകളുടെ വീടുകളിലേക്ക് ചെന്ന് കയറി നോക്കുക. എങ്ങനെയാണ് അവരുടെ വീടും പ്രദേശവും പരിസരവും ഒക്കെ കിടക്കുന്നത്? ഒരു കരിയില പോലും കാണത്തില്ല, ഒരു പൊടി പോലും കാണത്തില്ല. ശരിയാണോ? ഞാൻ ഇവിടെയാ താമസിക്കുക, ദുബൈയിലാ. എനിക്ക് നാട്ടിൽ വീടുകളുണ്ട്. ഞാൻ എല്ലാ മാസവും 10,000, 20,000, 25,000 രൂപ കൊടുത്ത് 1ഉം 2ഉം പേരെ നിർത്തിയിട്ടുണ്ട്. എൻ്റെ വീട്ടിലെ ഓരോ ഫർണിച്ചറും എല്ലാ ദിവസവും ഫർണിച്ചർ തുടയ്ക്കണം, തറ തുടയ്ക്കണം, പരിസരം വൃത്തിയാക്കണം, ചെടിക്ക് വെള്ളം ഒഴിക്കണം, ചെടി കട്ട് ചെയ്ത് നിർത്തണം, ഭംഗിയാക്കി നിർത്തണം. എൻ്റെ വീടും പരിസരവും ഞാൻ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒരു പൊടി പോലും കാണത്തില്ല. ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇന്ന് നിങ്ങൾക്ക് കായംകുളത്ത് ചെല്ലാം. ഇന്ന് ഈ നിമിഷം വേണമെങ്കിൽ പോയി നോക്കാം. ഏറ്റവും ഭംഗിയായിട്ട് കിടക്കും എൻ്റെ വീട്. കാരണം എന്താ? അങ്ങനെ കിടന്നെങ്കിൽ മാത്രമേ അവിടെ ഹയർ സെൽഫ്, ദൈവം പ്രവർത്തിക്കൂ. ഇല്ലെങ്കിൽ അവിടെ പൊടി കയറി, മാറാല കയറി, കരിയില കയറി കടന്നു കഴിഞ്ഞാൽ, പോച്ച കയറി കടന്നു കഴിഞ്ഞാൽ, ഈ പുല്ല് കയറി കടന്നു കഴിഞ്ഞാൽ, ചെടി വെട്ടാതെ വൃത്തിയാക്കാതെ ഇരുന്നു കഴിഞ്ഞാൽ അത് ചാത്തന്റെ വിളയിടമാകും. ചാത്തൻ അതാണ് ഇഷ്ടം. ചാത്തൻ അതാണ് ഇഷ്ടം. നമ്മൾ അതിന് പിടികൊടുക്കരുത്. എന്തിനാണ് പേഴ്സണൽ ഹൈജീൻ? ആരും അറിയുന്നില്ല നിങ്ങൾ കുളിച്ചോ കുളിച്ചില്ലയോ. ഇവിടെ ഇപ്പം ദുബൈ ഭയങ്കര തണുപ്പാ. കുളിച്ചോ കുളിച്ചില്ലയോ എന്ന് ആരും അറിയത്തില്ല. പക്ഷെ നമ്മൾ അറിയുന്നുണ്ട്. നമ്മൾ കുളിച്ചില്ലെങ്കിൽ, നമ്മൾ ഡ്രസ്സ് മാറുന്നില്ലെങ്കിൽ, നമ്മൾ വൃത്തിയായിട്ട് നടക്കുന്നില്ലെങ്കിൽ, നമ്മൾ കൃത്യമായിട്ട് നമ്മളുടെ ഹൈജീൻ കീപ്പ് ചെയ്യുന്നില്ലെങ്കിൽ ആരും അറിയുന്നില്ല. പക്ഷെ നമ്മളിൽ ചാത്തൻ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും. ചാത്തനാണ് പറയുന്നത്, എടാ തണുപ്പാടാ, കുളിക്കണ്ട. കാരണം he just want to stay where he is. അവന് മാറ്റം ഇഷ്ടമല്ല. സോ 2 രീതിയിൽ ഈ ചാത്തന്റെ ശബ്ദത്തെ നമുക്ക് കളിക്കാൻ പറ്റും. 2 രീതിയിൽ ഇതിനെ ഉപയോഗിക്കാൻ പറ്റും. ഒന്ന്, ഇവന്റെ അടിമയായിട്ട് മാറാം. ഓക്കെ, യു ക്യാൻ ബിക്കം എ സ്ലേവ് ഓഫ് യുവർ ലോവർ സെൽഫ്. ചാത്തന്റെ അടിമയായിട്ട് മാറാം.
അല്ലെങ്കിൽ യു ക്യാൻ ബിക്കം ദ ഓണർ ഓഫ് യുവർ ലോവർ സെൽഫ്. ദിസ് ഈസ് ദ ക്രൂഷ്യൽ പാർട്ട്. ശ്രദ്ധിച്ച് കേൾക്കുക. ഒന്നെങ്കിൽ ഇവൻ പറയുന്ന കേട്ട് അടിമയായിട്ട് നിങ്ങൾക്ക് നിൽക്കാം, ഇല്ലെങ്കിൽ ഇവൻ പറയുന്നത് കേൾക്കാതിരിക്കാൻ പറ്റില്ല. ഹലോ, ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. ഇവന്റെ ഈ 4 ശബ്ദം കേൾക്കാതിരിക്കാൻ ഒരു വകുപ്പുമില്ല, കേട്ടേ പറ്റൂ. എന്ത് കാര്യം, എത്ര ഹൈലി മോട്ടിവേറ്റഡ് ആയിട്ട് നിന്നാലും, 5 നേരം നിസ്കരിച്ചാലും, എല്ലാ ദിവസവും ത്രിസന്ധ്യയ്ക്ക് വിളക്ക് കത്തിച്ചു വെച്ച് പ്രാർത്ഥിച്ചാലും, മുട്ടിപ്പായി പ്രാർത്ഥിച്ചാലും, മെഴുകുതിരി കത്തിച്ചു വെച്ച് പ്രാർത്ഥിച്ചാലും ഇവന്റെ ശബ്ദം കേട്ടേ പറ്റൂ. കാരണം ലോവർ സെൽഫ്, ചാത്തൻ ഈസ് മോർ പവർഫുൾ ദാൻ ദൈവം. അതുകൊണ്ട് ഇവന്റെ ശബ്ദം കേട്ടേ പറ്റൂ. പ്രിൻസിന് മനസ്സിലാവുന്നുണ്ടോ? സിസിക്ക് മനസ്സിലാവുന്നുണ്ടോ? ഇവന്റെ ശബ്ദം കേട്ടേ പറ്റൂ, കേൾക്കാതിരിക്കാൻ പറ്റില്ല. അപ്പോ എന്ത് ചെയ്യാം? ഒന്നെങ്കിൽ ആരിസിക്ക അത് കേട്ടിട്ട് അവന്റെ അടിമയായിട്ട് നമുക്ക് പ്രവർത്തിക്കാം, അല്ലെങ്കിൽ ഇത് കേട്ടിട്ട് ഇബ്രാഹിമിക്ക ശ്രദ്ധിച്ച് കേട്ടോണം, ശ്രദ്ധിച്ച്. അവൻ പറയാണ്, എടാ നിന്റെ വീട്ടിൽ ഇന്ന് വരെ ആരും ഇത് ചെയ്തിട്ടില്ല കേട്ടോ, ഞാനൊരു കാര്യം ചെയ്യാൻ പോവാണ്, ഞാൻ ഐ വാണ്ട് ടു ബിക്കം എ മില്യണയർ. അപ്പൊ പറയാണ്, നിന്റെ അച്ഛൻ മില്യണയർ ആണോ? അല്ല. അപ്പൂപ്പൻ? അല്ല. നിന്റെ വീട്ടിൽ ഇന്ന് വരെ ആരെങ്കിലും മില്യണയർ ആയിട്ടുണ്ടോ? ഇല്ല. പിന്നെ നീ എന്തുവാടാ പറയുന്നത്? നിനക്ക് എങ്ങനെ ആകാൻ പറ്റും? ഇതാണ് ചാത്തന്റെ ചോദ്യം. ഡോക്ടറെ, മുഹമ്മദ് അലി എന്ത് ചെയ്യണമെന്നറിയോ? ഇപ്പൊ ചിരിച്ച പോലെ ഒരു ചിരി അവന്റെ അടുത്ത് ചിരിക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം? യു ഹാവ് ടു ബിക്കം ഓണർ. അവൻ എന്താ പറഞ്ഞേ? ഇന്ന് വരെ നിന്റെ വീട്ടിൽ ആരും മില്യണയർ ഇല്ലല്ലോ. ശരിയാ താങ്കൾ പറഞ്ഞത്. എങ്കിൽ വൈ കോണ്ട് ഐ ബിക്കം ദാറ്റ് ഫസ്റ്റ് പേഴ്സൺ? ശരി, എന്റെ അച്ഛനോ എന്റെ അച്ഛൻ്റെ അച്ഛനോ അച്ഛൻ്റെ അച്ഛനോ മില്യണയർ ആകാൻ സാധിച്ചില്ല, എങ്കിൽ എനിക്കെന്തുകൊണ്ടായിക്കൂടാ? യൂസ് ഹിസ് വോയിസ്. അവൻ എന്ത് ചെയ്യരുതെന്ന് പറയും, ശ്രദ്ധിച്ചു കേട്ടോ. അവൻ എന്ത് ചെയ്യരുതെന്ന് നമ്മളോട് പറയുന്നുവോ അത് ചെയ്യണം. ഇതിന്റെ പേരാണ് വിസ്ഡം. എന്ത് ചെയ്യരുതെന്ന് അവൻ പറഞ്ഞു തരും, അത് നമ്മൾ ചെയ്യണം. അതാണ് വിസ്ഡം. ഒന്നൂടെ ദൈവം ആർക്കും ഉപദേശം കൊടുക്കത്തില്ല. ഇന്നത് ചെയ്യുമോനെ, വടാ മുജീബെ നീ റിയാദിലോട്ട് പോയിക്കോ എന്ന് പടച്ചോൻ പറഞ്ഞില്ല. എടാ മുഹമ്മദെ നീ പോയി ഡോക്ടർ ആകുക എന്ന് പടച്ചോൻ പറഞ്ഞില്ല. റോയി നീ പോയി അരയാല് തുടങ്ങുക എന്ന് ഈശോ റോയി ചേട്ടനോട് പറഞ്ഞില്ല. എന്നോടും ഒരു ദൈവവും വന്നിട്ട് പറഞ്ഞില്ല നീ ട്രെയിനിങ് തുടങ്ങുമെന്ന്. പക്ഷെ എൻ്റെ അടുത്ത് ചാത്തൻ പറഞ്ഞായിരുന്നു, നീ ട്രെയിനിങ് തുടങ്ങിയോണ്ടല്ലോ, എടാ ബേ പ്രശ്നമാണ്, നിനക്ക് പഠിപ്പിക്കാനൊന്നും അറിയത്തില്ലേ, നിനക്ക് സ്റ്റേജിൽ കയറി. ശരിയാ, പഠിപ്പിക്കാൻ അറിയത്തില്ല, എന്നാ അതൊന്ന് പഠിച്ചാലോ, എങ്ങനെ പഠിപ്പിക്കണമെന്ന്. സ്റ്റേജിൽ കയറുമ്പോ പേടി, അത് നമുക്ക് പബ്ലിക് സ്പീക്കിംഗ് ഒന്ന് പഠിച്ചാലോ. അല്ല, നിനക്ക് ഈ ടോപ്പിക് ഒന്നും അറിയത്തില്ല. അല്ല, എനിക്ക് ആകെ അറിയാവുന്നത് നിനക്ക് ആകെ സെയിൽസേ അറിയത്തുള്ളൂ, എന്നാ പിന്നെ സെയിൽസ് ഒന്ന് പഠിപ്പിച്ചാലോ. പ്രിൻസേ, എന്തൊക്കെ ചാത്തൻ ചെയ്യരുതെന്ന് പറയുന്നു അതിന്റെ നോട്ട് എഴുതിയെടുത്തിട്ട് അത് ചെയ്യുക എന്നുള്ള ഏക പ്രവൃത്തിയാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്തിട്ടുള്ളത്. ഐ റിപ്പീറ്റ്, എന്ത് ചെയ്യരുതെന്ന് ചാത്തൻ ഈ 4 ശബ്ദത്തിൽ വന്ന് പറയുന്നു അത് ചെയ്യുക എന്നുള്ളത് എൻ്റെ വാശിയാണ്. ആർ യു വിത്ത് മീ? എൻ്റെ വീട്ടിൽ ആരും മില്യണേഴ്സ് ഇല്ല, എങ്കിൽ എന്തുകൊണ്ട് എനിക്കതായിക്കൂടാ? ചെയ്യാതിരിക്കാനുള്ള റീസൺ ആയിട്ടല്ല ഈ ശബ്ദത്തെ എടുക്കേണ്ടത്, ചെയ്യാനുള്ള കാരണമായിട്ട് എടുക്കണം അതിനെ. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ ഞാൻ എന്താ പറയുന്നതെന്ന്? ആരിസിക്ക, ഇബ്രാഹിമിക്ക, ക്ലിയർ ആണോ? അജിത, സഹദ്, ക്ലിയർ? യെസ്. ചെയ്യാതിരിക്കാനാണ് ഇവൻ നമ്മുടെ അടുത്ത് ഇത് പറയുന്നത്. അത് ചെയ്യാതിരിക്കാനുള്ള റീസൺ ആയിട്ടല്ല നമ്മളത് എടുക്കേണ്ടത്, ചെയ്യാനുള്ള റീസൺ ആയിട്ട് എടുക്കണം. അതുകൊണ്ടാണെന്നേ പറയുന്നത് തത്വമസി, അത് നീയാവുന്നു. എന്ത് ചെയ്യണമെന്ന് നമ്മുടെ ഉള്ളിലിരുന്ന് ഒരാൾ പറയുന്നുണ്ട്, അത് എന്ത് ചെയ്യരുതെന്ന രൂപത്തിലാണ് കൂടുതൽ നമ്മൾ കേൾക്കുന്നത്. ഇതുകൊണ്ടാണ് പറയുന്നത് ഈ ഇന്നർ വോയിസ് കേൾക്കാൻ സാധിക്കണം.
അത് ദൈവത്തിന്റെ അടുത്തു നിന്നും വരുന്നുണ്ട്, ചെകുത്താന്റെ അടുത്തു നിന്നും വരുന്നുണ്ട്. ഈ ചാത്തന്റെ ശബ്ദവും നമ്മൾ കേൾക്കുന്നുണ്ട്, ദൈവത്തിന്റെ ശബ്ദവും കേൾക്കുന്നുണ്ട്. ദൈവത്തിന്റെ ശബ്ദം കേട്ടുകൊണ്ടുള്ള വഴിയിൽ പോകുമ്പോൾ ചാത്തന്റെ ശബ്ദം കേൾക്കും. ചാത്തന്റെ ശബ്ദം കേട്ടുകൊണ്ട് ഈ പ്രവൃത്തി ചെയ്യാതിരിക്കുകയല്ല വേണ്ടത്, ആ പ്രവൃത്തി ചെയ്യാനുള്ള ഊർജമാക്കി മാറ്റണം ചാത്തന്റെ ശബ്ദം. ചാത്തൻ പറയുന്ന എക്സ്ക്യൂസുകൾ നമ്മൾക്ക് മുന്നോട്ടേക്കുള്ള ഊർജമായിരിക്കണം. എൻ്റെ ജീവിതത്തിൽ എന്തൊക്കെ റിസൾട്ടുകളുണ്ടോ, ഞാൻ എന്തൊക്കെ നേടിയിട്ടുണ്ടോ, ഇതെല്ലാം എൻ്റെ തീരുമാനങ്ങളായിരുന്നു. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, വാട്ട് ഈസ് യുവർ ലൈഫ്? ആരാണ് നിങ്ങളുടെ ജീവിതം തീരുമാനിച്ചത്? വാട്ട് ഈസ് യുവർ ലൈഫ്? യുവർ ലൈഫ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് ഓൾ ദ ഡിസിഷൻസ് ആൻഡ് ഇൻഡിസിഷൻസ്. ഇന്ന് വരെ നിങ്ങൾ എടുത്ത എല്ലാ തീരുമാനങ്ങളുടെയും, ഇന്ന് വരെ നിങ്ങൾ എടുക്കാത്ത എല്ലാ തീരുമാനങ്ങളുടെയും ആകത്തുകയാണ് ഇന്നത്തെ നിങ്ങളുടെ ജീവിതം. ഡു യു അഗ്രി? ഇന്ന് വരെ നിങ്ങൾ എടുത്ത എല്ലാ തീരുമാനങ്ങളുടെയും, എടുക്കാത്ത തീരുമാനങ്ങളുടെയും ആകത്തുകയാണ് നിങ്ങളുടെ ജീവിതം. ഞാൻ എടുത്ത തീരുമാനങ്ങളെല്ലാം എൻ്റെ ഹയർ സെൽഫ് പറഞ്ഞ ഇൻസ്ട്രക്ഷൻസ് ആയിരുന്നു. ഞാൻ എടുക്കാത്ത തീരുമാനങ്ങളെല്ലാം, എന്തൊക്കെ എൻ്റെ അടുത്ത് ചാത്തൻ ചെയ്യരുതെന്ന് പറയുന്നു, അതെല്ലാം ഞാൻ ചെയ്തിരിക്കും. എന്തൊക്കെ കാര്യത്തിൽ എന്നെ പേടിപ്പിക്കാൻ അവൻ നോക്കും. അപ്പം എൻ്റെ ഉള്ളിൽ എന്ത് വരുന്നുണ്ട്? ഇവൻ എന്നെ ഭീരുവാക്കാൻ നോക്കുന്നുണ്ട്. നിന്നെ കൊണ്ട് പറ്റത്തില്ല, നിന്നെ ആളുകൾ കളിയാക്കും. ആഹാ, എന്നാൽ ഞാൻ ആദ്യത്തെ വീഡിയോ എടുക്കാൻ പോകുമ്പോൾ, വീഡിയോ എൻ്റെ കാല് മുട്ട് വിറയ്ക്കുക. എൻ്റെ ആദ്യത്തെ വീഡിയോ 2018 ഞാൻ ചെയ്യുമ്പോൾ കാലിക്കറ്റ് കോപ്പർ ഹോളിയോ എന്ന് പറയുന്ന ഹോട്ടലിൽ നിന്നിട്ടാണ് അത് ചെയ്യുന്നത്. എൻ്റെ മുട്ട് വിറയ്ക്കുക, എൻ്റെ കൈ വിറയ്ക്കുക. കാരണം എൻ്റെ ഉള്ളിൽ ചാത്തൻ ഇങ്ങനെ, എടാ പറ്റത്തില്ലടാ, നിന്നെ കൊണ്ട് പറ്റത്തില്ലടാ, ഞാനത് ചെയ്ത് 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 ഐ ബിക്കം ആൻ എക്സ്പേർട്ട്. ഇന്ന് എനിക്ക് ക്യാമറയെ നോക്കാൻ പേടിയില്ല, ഇന്ന് എനിക്ക് വീഡിയോ ചെയ്യാൻ പേടിയില്ല. കാരണം എൻ്റെ ഉള്ളിലെ ഭീരു പറഞ്ഞത് കേട്ടിരുന്നെങ്കിൽ അന്ന് ഞാൻ നിർത്തിയേനെ. അന്ന് എൻ്റെ ഉള്ളിൽ പലപ്പോഴും പല രീതിയിൽ റിബൽ പ്രവർത്തിച്ചിട്ടുണ്ട്, പല രീതിയിൽ സ്കെപ്റ്റിക് ആകാൻ. എൻ്റെ കഴിവിൽ എന്നെ കാണാൻ കൊള്ളില്ല, എനിക്ക് അത്ര എൻ്റെ ലാംഗ്വേജ് ശരിയല്ല, ഞാൻ അത്ര വലിയ ഉയർന്ന ആളൊന്നുമല്ല, ഞാൻ അത്ര എൻ്റെ ഇംഗ്ലീഷ് പ്രൊനൗൺസിയേഷൻ ശരിയല്ല. ഇങ്ങനെയുള്ള പല സന്ദേഹങ്ങൾ പലപ്പോഴായിട്ട് എനിക്ക് വന്നിട്ടുണ്ട്. അത് ആ പ്രവൃത്തി ചെയ്യാതിരിക്കാനുള്ള റീസൺ അല്ല, മറിച്ച് ഞാൻ ബ്രിട്ടീഷ് കൗൺസിലിൽ പോയിട്ട് ഇംഗ്ലീഷിന്റെ കോഴ്സിന് ജോയിൻ ചെയ്തത് ഈ അവിശ്വാസത്തെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്ത് കാര്യം പറഞ്ഞ് ചാത്തൻ എന്നെ പേടിപ്പിക്കാൻ നോക്കുകയോ അത് എൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള ചവിട്ടുപടിയാക്കി മാറ്റി. നിങ്ങൾ അതാണ് ചെയ്യേണ്ടത്. ചാത്തൻ എന്ത് കാര്യം, ഏത് ചാരന്റെ രൂപത്തിൽ നിങ്ങളുടെ അടുത്ത് വന്നാലും, ഈ 4 ശബ്ദത്തിൽ നിങ്ങളുടെ അടുത്ത് വന്ന് പറഞ്ഞാലും, അവൻ എന്ത് ചെയ്യരുതെന്ന് പറയുന്നു അത് ചെയ്യണം. വെറുതെ ചെയ്താൽ പോരാ, യു ഹാവ് ടു ഇംപ്രൂവ് യുവർ സ്കിൽ. വെറുതെ എന്തെങ്കിലും മണ്ടത്തരം കാണിക്കല്ല, ആദ്യം സ്കിൽ ഇംപ്രൂവൈസ് ചെയ്യണം. അതുകൊണ്ടാണ് പറയുന്നത്, യു ഹാവ് ടു ബിക്കം എ ബെറ്റർ വേർഷൻ ഓഫ് യുവർ സെൽഫ് എവറി ഡേ. എന്ത് കാര്യത്തിലാണോ നിങ്ങൾക്ക് കഴിവ് കുറവുള്ളത്, നിങ്ങളുടെ എബിലിറ്റി കുറവുള്ളത്, ആ എബിലിറ്റി വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. എബിലിറ്റി വർദ്ധിക്കും തോറും ചാത്തന്റെ കളി നമ്മുടെ ശരീരത്ത് നടക്കില്ല. ബിക്കോസ് യു ഹാവ് ഇമ്മെൻസ് പവർ ഇൻ യു. മനുഷ്യന്റെ ഉള്ളിലെ ശക്തി ഉണ്ടല്ലോ, നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത അത്രയും എനർജി, അത്രയും പവർ നമുക്കുണ്ട്. പക്ഷെ ഈ ചാത്തന്റെ പിടിയിൽ അമർന്നിട്ട് നമ്മളത് എക്സ്ക്യൂസായി കേട്ടുകൊണ്ട് ഇരിക്കുകയാണ്. സോ ജസ്റ്റ് കൺവേർട്ട് ദ വോയിസ് ഓഫ് ചാത്തൻ ഇൻ ടു യുവർ മസ്റ്റ് ഹാവ്. എൻ്റെ 2025 മസ്റ്റ് ഹാവ് എന്തൊക്കെയാണെന്ന് അറിയോ? 2025 മസ്റ്റ് ഹാവ്, എനിക്കിത് കൂടിയേ തീരൂ. എന്തൊക്കെയാണെന്നറിയോ? എൻ്റെ ഉള്ളിലിരുന്ന് ചാത്തൻ എന്തൊക്കെ ചെയ്യരുതെന്ന് പറഞ്ഞോ, ഇതെല്ലാം എൻ്റെ അടുത്ത വർഷത്തെ മസ്റ്റ് ഹാവ്. ഞാൻ ചെയ്തിരിക്കും. പലരുടെ രൂപത്തിൽ വരുന്നുണ്ട് ചാത്തൻ എൻ്റെ അടുത്ത്. ഇത്രയും പൈസയൊക്കെ ഈ പ്രായത്തിൽ മുടക്കി ഈ കല്യാണമൊക്കെ നടത്തുന്നില്ലേ, നീ ഇത് എടുത്തുചാട്ടുവാ കേട്ടോ. പല രൂപത്തിൽ ഈ ശബ്ദം ഞാൻ കേൾക്കുന്നുണ്ട്. ഈ പൈസ നീ ഇപ്പൊ സേവ് ചെയ്യേണ്ടതാണ്, അങ്ങനെ എടുത്ത് കളിച്ച് കളയേണ്ടതല്ല ഇത് ഞാൻ കേൾക്കുന്നുണ്ട്. അങ്ങനെ നീ പറയുന്നുണ്ടെങ്കിൽ അത് ഇനിയും ഞാൻ ചെയ്തിരിക്കും.
ഇറ്റ്സ് മൈ മസ്റ്റ് ഹാവ്. എന്ന് വരെ ഇത് ചെയ്യരുതെന്ന് നീ പറയുന്നു, അന്ന് വരെ ഞാൻ ചെയ്തിരിക്കും. അങ്ങനെ എന്നെ പേടിപ്പിക്കാനോ? നീ പറഞ്ഞില്ലേ അത്രയും പൈസ, ഞാൻ എന്ത് ചെയ്തു? അതിന്റെ 10 ഇരട്ടി ഉണ്ടാക്കി. അതിൽ 10-1 മാത്രമേ ഞാൻ അങ്ങോട്ട് കൊടുക്കുന്നുള്ളൂ. അപ്പൊ പ്രശ്നമില്ലല്ലോ. 10-1 ഇതിനു വേണ്ടി മാറ്റി വെക്കാൻ പ്രശ്നമില്ലല്ലോ. ഇനി എന്താ എക്സ്ക്യൂസ്? അടുത്ത പറ. ഒന്നുമില്ല, നീ നടത്തിക്കൂ. സോ ഇറ്റ് ഈസ് നോട്ട് ആൻ എക്സ്ക്യൂസ്. ചാത്തന്റെ വാക്കുകൾ എക്സ്ക്യൂസ് അല്ല, ഇറ്റ് ഈസ് ആൻ ഓപ്പർച്യൂണിറ്റി. ബിക്കോസ് യു ആർ യുവർ കർമ്മ. യു ആർ ദ റിസൾട്ട് ഓഫ് യുവർ കർമ്മ. കർമ്മ മീൻസ് പണ്ട് കഴിഞ്ഞ ജന്മത്തിൽ ഉണ്ടാക്കിയ കാര്യം എന്നൊക്കെ പറഞ്ഞിട്ട് ഇതൊക്കെ ചാത്തനെ ഈ കഴിഞ്ഞ ജന്മവും അടുത്ത ജന്മവും ഒക്കെ പറയുന്നത്. അടുത്ത ജന്മത്തിൽ എനിക്കൊന്ന് പൊളിക്കണം. കഴിഞ്ഞ ജന്മം ഞാൻ ചെയ്ത ഏതാണ്ടൊക്കെ പ്രശ്നത്തിന്റെ അല്ലെങ്കിൽ തെറ്റുകളുടെ ഞാൻ ഇന്ന് അനുഭവിക്കുന്നത്. പണിയെടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ചാത്തൻ നിന്റെ ഉള്ളിൽ വന്നിരുന്ന് പറഞ്ഞു തരുന്ന എക്സ്ക്യൂസ് ആണത്. കഴിഞ്ഞ ജന്മം നീ എന്ത് ജന്മം? എന്ത് പ്രൂഫ്? ഏത് ജന്മത്തെ കാര്യമാണ് പറയുന്നത്? ഇപ്പൊ ജീവിച്ച് കാണിക്കടാ. അത് കഴിഞ്ഞല്ലേ അടുത്ത ജന്മവും കഴിഞ്ഞ ജന്മവും ഒക്കെ. ചാത്തന്റെ പിടിയിൽ കയറിയിരുന്ന് സോഷ്യൽ മീഡിയയിലിരുന്ന് എന്ത് തോന്നിവാസം വിളിച്ച് പറഞ്ഞിട്ട് നിങ്ങളുടെ വിചാരം ഇതങ്ങോട്ട് പറഞ്ഞു കഴിയുമ്പോഴത്തേക്കിന് നീയൊക്കെ അങ്ങ് വിജയിച്ചെന്ന? ആരോട്? എടാ, ചെകുത്താന്റെ സന്തതികളാണ് നീയൊക്കെ. ഈ നാട് നശിപ്പിക്കാൻ, നാട്ടിൽ നന്മ വരാതിരിക്കാൻ വേണ്ടി നീയൊക്കെ എന്ത് ചീഞ്ഞ പ്രവൃത്തിയും ചെയ്യും, എന്തും വിളിച്ചു പറയും. നിനക്ക് അച്ഛനെന്നോ അമ്മയെന്നോ അനിയനെന്നോ പെങ്ങളെന്നോ കൂട്ടുകാരനെന്നോ ഒന്നും നിനക്കില്ല. കാരണം നീ ചാത്തനാണ്, നീ പിശാചാണ്, ഈ സമൂഹത്തെ നശിപ്പിക്കാൻ ഇറങ്ങിയിരിക്കുന്നവനാണ്. എന്നീ സമൂഹം നിനക്കെതിരെ ഇതുപോലെ വിരൽ ചൂണ്ടുന്നു, അന്ന് നീ തീരും, അന്ന് നീ കത്തിത്തീരും. ഈ ജന്മം അവന് പിടികൊടുക്കാതെ മനുഷ്യനായി ജീവിക്കാൻ നോക്ക്. മനുഷ്യനായി ഹയർ സെൽഫ് പറയുന്നത് കേട്ട് ജീവിക്കാൻ നോക്ക്. യു ആർ വാട്ട് യു ആർ സെർച്ചിങ് ഫോർ. നീ എന്താണോ അന്വേഷിക്കുന്നത് അത് നിനക്ക് കിട്ടും. നീ അന്വേഷിക്കുന്നത് നെഗറ്റീവ് ആണെങ്കിൽ, മുജീബ് എന്ന് പറയുന്ന വ്യക്തിയുടെ നെഗറ്റീവ് ആണ് ഞാൻ നോക്കുന്നെങ്കിൽ കാണുന്നത് മുഴുവൻ നെഗറ്റീവ് ആയിരിക്കും. മുജീബിന്റെ പോസിറ്റീവ് ആണ് ഞാൻ നോക്കുന്നെങ്കിൽ ഞാൻ കാണുന്നത് മുഴുവൻ മുജീബിന്റെ പോസിറ്റീവ് ആയിരിക്കും. സോ യു സീ വാട്ട് യു വാണ്ട് ടു സീ. എന്താണോ നീ കാണാൻ ആഗ്രഹിക്കുന്നത് അത് നീ കാണും. എന്താണോ നീ കേൾക്കാൻ ആഗ്രഹിക്കുന്നത് അത് നീ കേൾക്കും. ബിക്കോസ് യു ആർ വാട്ട് യു ആർ സെർച്ചിങ് ഫോർ. നീ എന്താണോ അന്വേഷിക്കുന്നത് അത് നിനക്ക് കിട്ടും. നീ പട്ടിണിയെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നെങ്കിൽ കൂടുതൽ പട്ടിണി നിനക്ക് കിട്ടും. നീ സമ്പത്തിനെ കുറിച്ചാണ് കൂടുതൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നെങ്കിൽ കൂടുതൽ സമ്പത്തിലേക്ക് നീ എത്തിച്ചേരും. കാരണം യു വിൽ ഗെറ്റ് വാട്ട് യു സെർച്ച് ഫോർ. സോ 4 ശബ്ദത്തിലാണ് അവൻ നമ്മളുടെ അടുത്തേക്ക് വരുന്നത്. ഈ 4 ശബ്ദത്തെ നമുക്ക് കൃത്യമായി ഉപയോഗിക്കാൻ പറ്റണം. ഭീരുവിന്റെ രൂപത്തിൽ വരാൻ സമ്മതിക്കരുത്. വിമതന്റെ രൂപത്തിൽ വരാൻ സമ്മതിക്കരുത്. സന്ദേഹവാഹിയുടെ, അവിശ്വാസിയുടെ രൂപത്തിൽ വരാൻ സമ്മതിക്കരുത്. ചാരന്റെ, സ്പൈ ആയിട്ട് വരാൻ സമ്മതിക്കരുത്. ഇനി ഈ 4 രൂപത്തിൽ അല്ലാതെ മറ്റൊരു രൂപത്തിൽ വരും നമ്മളുടെ അടുത്തേക്ക്. അതാണ് ടോക്സിക് പീപ്പിൾ. ടോക്സിക്, വിഷജന്തുക്കളായിട്ട്, വിഷം പേറിയ മനുഷ്യരായിട്ട് നമ്മളുടെ അടുത്ത് നമുക്ക് ചുറ്റും ചില ആളുകളുണ്ട്. ഈ ചെകുത്താന്റെ സന്തതികൾ. ചെകുത്താൻ അവരുടെ രൂപം അണിഞ്ഞ് നമ്മളുടെ അടുത്ത് വരുന്ന, മമ്മൂക്കയുടെ രൂപത്തിൽ വന്നില്ലേ ഭ്രമയുഗത്തിൽ എന്ന് പറയുന്ന തൊട്ട് മനുഷ്യ രൂപം അണിഞ്ഞിട്ട് ചിലപ്പോൾ ചെകുത്താൻ നമുക്ക് ചുറ്റും വരും. 6 തരത്തിലാണ്, 6 തരം ടോക്സിക് ആളുകൾ നമുക്ക് ചുറ്റിനുമുണ്ട്. 6 തരം. ആരൊക്കെയാണ് അത്? 6 തരം ടോക്സിക് ആളുകളുണ്ട്. ഒന്ന്, ദ എനർജി ഡ്രെയിനർ. ഇവരെപ്പോഴും നമ്മളിങ്ങനെ ടെൻസ്ഡ് ആക്കിക്കൊണ്ടേയിരിക്കും. അയ്യോ, അങ്ങനെ ചെയ്താലോ, ഇങ്ങനെ വന്നാലോ, ഒരു റീസണും കാണത്തില്ല. എപ്പോഴും നമ്മളെ വലിച്ച് നമ്മളെ ഇങ്ങനെ നമ്മുടെ എനർജി അവർ ഊറ്റിയെടുത്തോണ്ടേയിരിക്കും. നമ്മൾ സന്തോഷിക്കുന്നത് അവർക്ക് ഇഷ്ടമല്ല. അവരെപ്പോഴും നമുക്ക് എന്തെങ്കിലുമൊക്കെ പ്രഷർ ഇങ്ങനെ തന്നുകൊണ്ടേയിരിക്കും. ഒരു കാര്യവും കാണത്തില്ല, നമ്മളെ ഇങ്ങനെ എപ്പോഴും ടെൻഷൻ ആക്കിക്കൊണ്ടിരിക്കും. ദ എനർജി ട്രെയിനർ ഉണ്ടോ? നിങ്ങളുടെ വീട്ടിൽ കാണും,
നിങ്ങളുടെ കുടുംബത്ത് കാണും, നിങ്ങളുടെ കൂട്ടുകാരുടെ ഇടയിൽ കാണും. ചാത്തൻ ആ രൂപം അണിഞ്ഞു വരുന്നതാ. എന്നിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ ടെൻഷൻ ഇട്ട് തന്നുകൊണ്ടേയിരിക്കും, പ്രഷർ ഇട്ട് തന്നുകൊണ്ടേയിരിക്കും. നിന്റെ എനർജി വലിച്ചൂറ്റുക എന്നുള്ളതാണ് ഈ എനർജി ഡ്രെയിനർ ആയിട്ടുള്ള ടോക്സിക് ചാത്തന്റെ ആഗ്രഹം. 2, ദ ഫേക്ക് കോംപ്ലിമെന്റർ. ദ ഫേക്ക് കോംപ്ലിമെന്റർ, ആവശ്യമില്ലാതെ നമ്മളെ പുകഴ്ത്തി ഓരോ കുഴിയിൽ കൊണ്ട് ചാടിക്കുന്നവർ. ഫേക്ക് കോംപ്ലിമെന്റ്സ്, ഇങ്ങനെ നീ പൊളിയാടാ, നീ അടിപൊളിയാടാ, നമ്മൾ ചെയ്യുന്ന തെറ്റിനെ പോലും അവരെന്താക്കി കാണിക്കും, ശരിയാണ് ശരിയാണ് എന്ന് പറഞ്ഞിട്ട് നമ്മളെ നാശത്തിലേക്ക് കൊണ്ടുപോകുന്ന ചില കൂട്ടുകാർ നമുക്കുണ്ട്. അവർക്ക് എപ്പോഴും നമ്മളൊരു അൺകംഫർട്ടബിൾ പൊസിഷനിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഇവരെന്ത് ചെയ്യും, നമ്മളെ കുഴി ചാടിക്കാൻ വേണ്ടിയിട്ട് ഫേക്കായിട്ട് നമ്മളെ കോംപ്ലിമെന്റ് ചെയ്തുകൊണ്ടിരിക്കും. 3-ാമത്തതാണ് ദ പെസിമിസ്റ്റ്. ദ പെസിമിസ്റ്റ്, അവരെ കുറിച്ച് മാത്രം അറിഞ്ഞാൽ മതി. അവരെപ്പോഴും അവരുടെ കംഫർട്ട് മാത്രമേ നോക്കത്തുള്ളൂ. എപ്പോഴും നമ്മളുടെ സ്വപ്നങ്ങൾക്ക് മേൽ അവർ വെള്ളം കോരി ഒഴിച്ചുകൊണ്ടേയിരിക്കും. എന്നിട്ട് അവരുടെ സ്വപ്നം, അവരുടെ ആഗ്രഹം, അവരുടെ ആവശ്യം നമ്മൾ വഴി നിറവേറ്റണം. ഇതാണ് അവരുടെ ആവശ്യം. 4-ാമത്തതാണ് ദ ക്രിറ്റിസൈസർ. ദ ക്രിറ്റിസൈസർ എന്താണ് ക്രിറ്റിസൈസർ? എന്ത് ചെയ്താലും കുറ്റം, അങ്ങോട്ട് തിരിഞ്ഞാൽ കുറ്റം, ഇങ്ങോട്ട് തിരിഞ്ഞാൽ കുറ്റം, ഞാൻ എന്ത് ചെയ്യുന്നെന്ന് നോക്കിയിരിക്കും അതിൻ്റെ അകത്ത് കുറ്റം കണ്ടുപിടിക്കാൻ. ഇതാണ് ദ ക്രിറ്റിസൈസർ. നെവർ സപ്പോർട്ട് യു ഓൺ എനി ഓഫ് യുവർ ഡിസിഷൻസ്, ബട്ട് ദേ ക്രിറ്റിസൈസ് യു ഓൺ എവരി മൂവ്. അനങ്ങിയ കുറ്റം, നമ്മളെ ഒന്നിനും കൊള്ളത്തില്ല എന്ന ചിന്തയിലേക്ക് അവർ നമ്മളെ എത്തിക്കും. അതാണ് ക്രിറ്റിസൈസർ. അടുത്തതാണ് 5-ാമത്തതാണ് ദ മാനിപ്പുലേറ്റർ. ദ മാനിപ്പുലേറ്റർ, അവരുടെ നന്മയ്ക്ക് വേണ്ടി എപ്പോഴും നമ്മളെ ഇങ്ങനെ ഉപയോഗിച്ചുകൊണ്ട് അവരിങ്ങനെ നമ്മളെ ഇങ്ങനെ കൺട്രോൾ ചെയ്തുകൊണ്ടേയിരിക്കും. നമ്മൾ എന്ത് ചെയ്യണമെന്ന് അവരാ തീരുമാനിക്കും. അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്, അവിടെ പോരുത്, ഇവിടെ പോരുത്, അങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്യരുത് എന്ന് പറഞ്ഞിട്ട് നമ്മളിങ്ങനെ അവര് അഭിനയിക്കുകയാണ് നമ്മളെ സ്നേഹിക്കുകയാണ് എന്ന്. എന്നിട്ട് നമുക്ക് ചുറ്റും ഒരു വേലി കെട്ടി വെച്ചിരിക്കുക, നമ്മളിങ്ങനെ വരിഞ്ഞു മുറുക്കി വെച്ചിരിക്കുകയാണ്, അനങ്ങാൻ സമ്മതിക്കത്തില്ല. ചാത്തനാണ്, ചാത്തന്റെ മറ്റൊരു രൂപമാണ്. അവര് ഒരു തീരുമാനം എടുക്കാനും നമ്മളെ സമ്മതിക്കത്തില്ല. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് വളരെ സ്നേഹത്തോട് പറയാനുള്ളത്, അങ്ങനെയുള്ള ഒരു ഭർത്താവ് ആകരുത് നിങ്ങൾ, അങ്ങനെയുള്ള ഒരു ഭാര്യ ആവരുത് നിങ്ങൾ. ഈ 6 ടൈപ്പിലുള്ള ടോക്സിക് ഭാര്യയോ ഭർത്താവോ അച്ഛനോ അമ്മയോ ആകാൻ പാടില്ല നിങ്ങൾ. 6-ാമത്തതാണ് ദ വിക്ടിം. ദ വിക്ടിം എന്താണ് വിക്ടിം? എപ്പോഴും ഇവരങ്ങ് ഇരവാദമാണ്. ഇവരെപ്പോഴും എന്തിനെങ്കിലുമൊക്കെ ബ്ലെയിം ചെയ്തുകൊണ്ടേയിരിക്കും. ഇവരുടെ കുറ്റം മറച്ചു വെക്കാൻ വേണ്ടി മറ്റുള്ള എന്തെങ്കിലും കാര്യങ്ങളിൽ ബ്ലെയിം ചെയ്തുകൊണ്ടേയിരിക്കാം, കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരിക്കാം. ഇവർക്ക് എപ്പോഴും അറ്റൻഷൻ വേണം, ശ്രദ്ധ കിട്ടിക്കൊണ്ടേയിരിക്കണം. ഇവരെപ്പോഴും സംസാരിക്കുന്നത് വിധിയെ കുറിച്ചിട്ടാണ്, പാസ്റ്റിനെ കുറിച്ചിട്ടാണ്. അത് സമയദോഷമാണ്. അത് പണ്ട് ഞാൻ ഇങ്ങനെയായിരുന്നു. ഇവർ ഈ ഇരവാദം ഉന്നയിക്കുന്ന വിക്ടിം റോളിൽ നിൽക്കുന്നവരാണ്. ഇതും ചാത്തനാണ്. ഇവരും നമ്മളെ പിടിച്ച് ആ വളർച്ചയിൽ നിന്ന് തടസ്സം നിൽക്കുന്ന 6 തരം ആളുകൾ നമ്മുടെ കൂടെയുണ്ട്. അപ്പം ചാത്തൻ 4 ശബ്ദമായിട്ട് വരും, ഇല്ലെങ്കിൽ 6 മനുഷ്യ രൂപത്തിൽ വരും. ഒന്ന് എനർജി ഡ്രെയിനർ, നമ്മളുടെ എനർജി മൊത്തം ഊറ്റിയെടുത്ത് നിന്നെ കൊണ്ടൊന്നിനും പറ്റില്ല എന്ന് പറഞ്ഞിട്ട് നമ്മളെ എപ്പോഴും വലിച്ച് താഴേക്കിടാൻ നോക്കുന്ന എനർജി ഡ്രെയിനർ. അല്ലെങ്കിൽ ഫേക്കായിട്ട് കോംപ്ലിമെന്റ് ചെയ്തിട്ട് നീ പൊളിയാടാ എന്ന് പറഞ്ഞിട്ട് നമ്മളെ തെറ്റിലേക്ക് നയിക്കുന്ന ചില സൗഹൃദങ്ങൾ, ഇതും ചാത്തനാണ്. പെസിമിസ്റ്റ്, അവര് അവരുടെ സന്തോഷം മാത്രം, they take care of themselves, they care only about themselves. അവരുടെ സന്തോഷത്തിന് വേണ്ടി നമ്മളെ ഉപയോഗിക്കുന്ന ആളുകൾ. ക്രിറ്റിസൈസർ, എന്ത് ചെയ്താലും കുറ്റം കണ്ടുപിടിക്കുന്ന ആളുകൾ. മാനിപ്പുലേറ്റർ, നമ്മളെ കൺട്രോൾ ചെയ്ത് അനങ്ങാൻ സമ്മതിക്കാതെ വീർപ്പ് മുട്ടിച്ച് വെച്ചിരിക്കുന്ന ആളുകൾ. ദ വിക്ടിം, വിധിയെ പഠിച്ചുകൊണ്ട്, മറ്റുള്ളവരെ ബ്ലെയിം ചെയ്തുകൊണ്ട്, തനിക്ക് ചുറ്റുമുള്ള എല്ലാം പ്രശ്നമാണ്, താൻ മാത്രമാണ് ശരി എന്ന് പറയുന്ന വിക്ടിം റോളിൽ നിൽക്കുന്ന ആളുകൾ. ഈ 6 തരം ആളുകളും ടോക്സിക്കാണ്. ഈ 6 തരം ആളുകളും പിശാചിന്റെ വോയിസിൽ നമ്മളുടെ അടുത്ത് എത്തുന്നതാണ്.
സോ വാട്ട് വി ഹാവ് ടു ഡു, ഇങ്ങനെയുള്ള ഫേക്കായിട്ടുള്ള ആളുകളിൽ നിന്ന് മാറി നിൽക്കുക. കാരണം ഇവരൊരിക്കലും നമ്മളെ സപ്പോർട്ട് ചെയ്യത്തില്ല. ഇവരെപ്പോഴും നമ്മളെ വലിച്ച് താഴേക്ക് ഇടാനേ നോക്കും. ഇവരൊരിക്കലും നമ്മളുടെ അടുത്ത് സോറി പറയത്തില്ല. ദേ വിൽ നെവർ അപ്പോളജൈസ്. നോക്കിയാൽ മതി, അവരൊരിക്കലും അപ്പോളജൈസ് ചെയ്യില്ല. ഇവർ മറ്റുള്ളവരെ കുറിച്ച് ഗോസിപ്പ് പറഞ്ഞുകൊണ്ടിരിക്കും. ആരെങ്കിലും ഒരാൾ നിങ്ങളുടെ അടുത്ത് മറ്റൊരാളെ കുറിച്ച് ഗോസിപ്പ് പറയുന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചോണം, നിങ്ങളില്ലാത്ത സമയത്ത് ഇവൻ നിങ്ങളെക്കുറിച്ചും മറ്റുള്ളവരോട് പറയും. അതുകൊണ്ട് ഈ ഗോസിപ്പ് പറയുന്ന, ഈ ഫേക്ക് പറയുന്ന, ഇങ്ങനെയുള്ള ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയുന്ന ഒരുത്തൻ്റെ അടുത്തും പോകരുത്. മനസ്സിലാവുന്നുണ്ടോ? നമ്മളുടെ സീക്രട്സുകൾ ഇവർ മറ്റുള്ളവരോട് പോയി പറയും. ഇവർ എപ്പോഴും നമ്മളെ ബാഡ് ഹാബിറ്റിലേക്ക്, മദ്യപിക്കാൻ വേണ്ടി, സിഗരറ്റ് വലിക്കാൻ വേണ്ടി, മറ്റ് പ്രവർത്തികൾക്ക് വേണ്ടിയിട്ട് നമ്മളെ ഇങ്ങനെ ടെംപ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കും, നമ്മളെ ഇൻവൈറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. നമ്മളുടെ ഒരു ആവശ്യഘട്ടത്തിൽ ഇവർ നമ്മളെ കൈവിടും. നമ്മുടെ വീക്ക്നെസ് മനസ്സിലാക്കിയിരുന്നുകൊണ്ട് ഇവർ നമുക്ക് എഗൻസ്റ്റ് ആയിട്ട് പ്രവർത്തിക്കും. എനിക്ക് കൃത്യമായിട്ട് അറിയാം, കിങ്സ് ക്ലബിലുള്ള നിങ്ങൾക്ക് ഈ വ്യത്യാസം കൃത്യമായി മനസ്സിലായിട്ടുണ്ടാവും. കിങ്സ് ക്ലബിൽ വന്നതിന് ശേഷം നിങ്ങൾക്ക് മറ്റൊരു സ്പേസിൽ, മറ്റൊരു പ്ലേസിൽ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ ഡിഫറൻസ് മനസ്സിലാവും. കാരണം അസ്മലിക്കയും മുജീബിക്കയും തമ്മിൽ സംസാരിക്കുന്ന വിഷയമല്ല. അസ്മലിക്ക അങ്ങനെ ഒരു ഗ്രൂപ്പിന്റെ ഇടയിലേക്ക് ചെല്ലുമ്പോൾ നിങ്ങൾക്ക് അവിടെ സഹിക്കാൻ പറ്റരുത്. ഇവരെന്തൊക്കെയാ പറയുന്നത്, ഇവരെന്തിനാ ഈ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് തന്നെ തോന്നിപ്പോകും. അതുകൊണ്ട് ഈ 4 ശബ്ദങ്ങൾ, ഈ 4 ശബ്ദങ്ങൾ ഇനി നിങ്ങൾ കേൾക്കുകയാണെങ്കിൽ, ആ ഭീരുവിന്റെ, ആ വിമതന്റെ, റിബൽ, ആ സ്കെപ്റ്റിക്കിന്റെ, ആ സ്പൈയുടെ, ചാരന്റെ ശബ്ദം നിങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിൽ സസൂക്ഷ്മം കേൾക്കുക. അവൻ എന്താണോ ചെയ്യരുതെന്ന് പറയുന്നത് അത് ചെയ്യുക. നമ്മുടെ ഉള്ളിൽ ചാത്തന് വസിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കാതിരിക്കുക. ചാത്തനെ കുറിച്ചുള്ള പഠനം ഇനിയും ആഴത്തിലേക്ക് പോകേണ്ടതുണ്ട്. അതുകൊണ്ട് ചാത്തൻ എന്താണെന്നും ഈ ചാത്തനെ എങ്ങനെ പിടിച്ചു കെട്ടാവുന്നു, നാളെ രാവിലെ കൃത്യം 6:30 വീണ്ടും ഇതിൻ്റെ അടിയിലേക്ക് ഇറങ്ങി നമ്മൾ പഠിക്കും. റെഡി? ഇന്ന് അതിതീവ്രമായ തീരുമാനം നമുക്കുള്ളത് കൊണ്ടാണ് ഒരു ഇൻട്രപ്ഷൻ പോലും, ഒരു തടസ്സം പോലും ചാത്തൻ ഇന്നത്തെ നമ്മുടെ സെഷനിൽ വരുത്താൻ പറ്റിയില്ല. സോ നമ്മൾ ഇന്ന് വിജയിച്ചിരിക്കുകയാണ്. ചാത്തന് മേൽ നമ്മൾ നേടിയ വിജയമാണ് ഇന്നത്തെ സെഷൻ. റൈറ്റ്? യെസ്. അപ്പോ ഇതേ എനർജിയോടുകൂടി ഇപ്പം മുതൽ ഈ 4 ശബ്ദം നിങ്ങൾ എപ്പോ കേട്ടാലും അപ്പം മനസ്സിലാക്കിക്കോണം ഇത് ഇവിടെ നിന്നാണെന്ന്. ഈ 6 പേരെ എപ്പോ കണ്ടാലും മനസ്സിലാക്കിക്കോണം ഇത് കമ്മിങ് ഫ്രം ലോവർ സെൽഫ്. ഇവരെ എങ്ങനെ കൈകാര്യം ചെയ്യണം, ഈ ശബ്ദങ്ങളെ എങ്ങനെ ഓവർകം ചെയ്യണം, കൂടുതൽ നാളെ രാവിലെ 6:30 പഠിക്കാം. അതുവരേക്കും താങ്ക് യു. ടേക്ക് കെയർ.